ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും പതനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീക അനുഗ്രഹമാണെന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ സാരിക അരുണാണ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. സാരിക, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? പ്രൈസ് ലോർഡ് ആന്റി, കർത്താവിന്റെ കൃപ വളരെ സന്തോഷമായിരിക്കുന്നു ആന്റി. ഓക്കെ. സാരിക്ക് ശാരീരികമായ അസ്വസ്ഥകളാൽ ഒക്കെ ഭാരപ്പെടുകയാണല്ലോ നാളുകളായിട്ട്. എന്നാൽ കർത്താവ് പൂർണ്ണ സൗഖ്യം സാരിക്ക് നൽകി തരട്ടെ എന്ന് ആദ്യമായി തന്നെ ആശംസിക്കുന്നു. ശരീരത്തെയൊക്കെ കർത്താവ് ബലപ്പെടുത്തട്ടെ. കർത്താവ് നടത്തിക്കൊണ്ടുന്ന വഴികൾ വലുതാണല്ലോ. അത് പ്രസ്താവിക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം പരിശുദ്ധ കർത്താവേ. ഞാൻ നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നപ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ അല്പസമയം ഓടുന്ന ഇരുത്തുമാറാകണം. എന്നിൻ്റെ ദാസയുടെ ശരീരത്തെ കർത്താവ് ഓടുന്ന ബലപ്പെടുത്തണേ. വായെ നാവയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ ദൈവം ഇരുത്തുമാറാകണമേ. കേൾക്കുന്ന ജനത്തിൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ വർധനവിന് എൻ്റെ സാക്ഷ്യം അനുഗ്രഹമായി തീരുവാന്, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനത് കാരണമായി തീരുവാന് കർത്താവ് സഹായിച്ചാട്ട്. നെറ്റ്വർക്കിനെയും സകലത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സാരിക ജീവിതാനുഭവങ്ങളെ ചെറുതിലെ തൊട്ടതുള്ളത് സാരിയയ്ക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. കർത്താവ് പലപ്പോഴായിട്ട് ആന്റിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങിയെങ്കിലും കർത്താവ് തക്ക സമയത്ത് ഇന്ന് അത് കർത്താവ് ഒരുക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും മാറ്റിവെക്കേണ്ടി വന്നു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട്. എന്നാൽ കർത്താവിന്റെ സമയം ഏറ്റവും ശ്രേഷ്ഠകരമായ സമയമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയുവാനായിട്ട് ആഗ്രഹത്തോടെ വരുന്നു. ഈ ഒരു അവസരം എനിക്ക് തന്ന ജോയ്സ് ടിവിയോടും അതിൻ്റെ എല്ലാ പ്രവർത്തകരോടും ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി കരയറ്റുന്നു. അതുപോലെ പ്രത്യേകമായി പലപ്പോഴും രോഗാവസ്ഥയിൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ബലം പകരുകയൊക്കെ ചെയ്ത ആന്റിയോടുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ അവസരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പലപ്പോഴും നേരിൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരു സഹോദരി എങ്ങനെ ഒരു കൂട്ടു സഹോദരിയെ താങ്ങുമോ അതുപോലെ ബലപ്പെടുത്തുന്ന വാക്കുകളും വചനങ്ങളും ഒക്കെ ആന്റി പറഞ്ഞു. അത് എനിക്ക് വളരെ ബലമായി തീർന്നു. അതിന് ഞാൻ നന്ദി പറയുന്നു. ജോയ്സ് ടിവിയുടെ പ്രവർത്തനങ്ങളൊക്കെ ലോകമെമ്പാടും എത്തുവാനും അനേക കെട്ടപ്പെട്ട കഴുതകളെ കെട്ടഴിച്ചു വിടുവാൻ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ യേശുവിൻ നാമത്തിൽ ആശംസിക്കുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ വിലപ്പെട്ട സാക്ഷ്യത്തിലേക്ക് കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കരം പിടിച്ചുകൊണ്ട് കടക്കുവാനായിട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് ആമവാദം എന്ന രോഗത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്, ശ്വാസം മുട്ടലുണ്ട്. അതുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിനിടയിൽ എൻ്റെ ശബ്ദം കൊണ്ടോ ശാരീരികമായിട്ടോ വരുന്ന എല്ലാ കുറവുകളും നിങ്ങൾ സദയം എന്നോട് ക്ഷമിക്കണേ എന്ന് ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുന്നു. സ്തോത്രം. ഞാൻ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. സ്തോത്രം. എന്നാൽ കർത്താവ് എന്നെ കണ്ടു, എന്നെ വിളിച്ചു, വേർതിരിച്ചു. അതിനായിട്ട് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ ജനിക്കുകയും ഏറ്റവും തീവ്രമായി തന്നെ അതിനുവേണ്ടി നിലനിൽക്കുകയും ചെയ്ത ഒരു കുടുംബത്തിലാണ് ജനിക്കപ്പെട്ടത്. എനിക്ക് ഒരു വയസ്സാകുന്നതിന് മുന്നമേ എൻ്റെ പിതാവ് എന്നെ ശബരിമലയിൽ കൈക്കുഞ്ഞായിട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം അത്രത്തോളം ഒരു വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ കുഞ്ഞിതിലെ തന്നെ മന്ത്രങ്ങളും നാമങ്ങളും ഒക്കെ ഉരുവിട്ട് വളർന്നു വന്നു. ഞാൻ ഹൈന്ദവരുടെ അതിനുവേണ്ടി വാദിക്കുകയും മറ്റെല്ലാം ദൈവമല്ല എന്ന് വിശ്വസിക്കുകയും ചെയ്ത് തന്നെ വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരുവനെ സ്നേഹിച്ചാൽ അവനെ വേർതിരിക്കുവാൻ ദൈവത്തിന് മറ്റാരുടെ സഹായം വേണ്ട
എന്നതിന്റെ ജീവിക്കുന്ന ഒരു സാക്ഷിയാണ് ഞാൻ. സ്തോത്രം. ഞാൻ കുഞ്ഞിതിലെ തൊട്ട് രാവിലെ അമ്പലത്തിൽ സ്ഥിരമായിട്ട് പോവുകയും കൈകളിലെല്ലാം ചരടുകൾ കെട്ടുകയും അതാണ് നമ്മളെ രക്ഷിക്കുന്നതെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. വളരെ കുഞ്ഞു പ്രായത്തിൽ പോലും ചന്ദനം തൊടാതെ അമ്പലത്തിൽ പോകാതെ ചന്ദനം തൊടാതെ സ്കൂളിൽ പോകുന്ന ദിവസം എനിക്ക് അസ്വസ്ഥമായിരുന്നു. കാരണം ആ ദിവസം എനിക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ല എന്ന ഒരു അത്ര അന്ധമായി വിശ്വസിച്ച് വളർന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഞാൻ വലിയ വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ ചെല്ലുമ്പം രാവിലെ ഒരു 4 മണിയാകുമ്പോൾ അമ്പലത്തില് ശയന പ്രദക്ഷിണം ചെയ്യാൻ ചെല്ലുകയും ശരീരം മൊത്തം ഉടച്ചുകൊണ്ട് ഒരു വലിയ ബിൽഡിങ്ങിന് ചുറ്റും ഇങ്ങനെ ശരീരം കൊണ്ട് ഉരുണ്ട് അങ്ങനെ ഒക്കെ ചെയ്ത ഒരു അത്രയും ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് നിരത്തി വെക്കാൻ അയോഗ്യതകൾ മാത്രമേ ഉള്ളൂ. സ്തോത്രം. അങ്ങനെ നിന്ന് എന്നോട്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തില് സപ്താഹം നടക്കുന്നപ്പം ഒരു ചന്ദനക്കുറിക്ക് പകരം 2ഉം 3ഉം കുറിയൊക്കെ ആ സമയങ്ങളിൽ നമ്മൾ തൊടുന്നത്. ദൈവമെന്ന് വിചാരിച്ച് നേദിക്കുന്ന ഓരോ രൂപത്തിന് മുമ്പിൽ നിന്നും കിട്ടുന്നത് നമ്മള് നെറ്റിയില് നമ്മളെ ശരിക്കും പറഞ്ഞാൽ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും നമ്മൾ ഇന്ന് കുഞ്ഞാടിന്റെ രക്തം പുരട്ടുന്നത് പോലെ പിശാചിന്റെ മുദ്ര നമ്മൾ നെറ്റിയിൽ പതിപ്പിക്കുക. അങ്ങനെ വീട്ടിലേക്ക് ഞാൻ വന്ന് നിൽക്കുന്ന ഒരു ഉച്ച സമയത്ത്, ആ സമയം ഞങ്ങളുടെ ദേശത്തുകൂടി കടന്നുപോയി. ആദ്യമായി ഞാൻ ആ വ്യക്തി അന്നാണ് കാണുന്നത്. പിന്നീട് ഒരിക്കലും ആ വ്യക്തിയെ കണ്ടിട്ടില്ല. ഒരു സുവിശേഷകൻ, ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു പ്രായമായ ഒരു സുവിശേഷകൻ അതുവഴി ഞങ്ങളുടെ വീടിന് മുൻപിൽ കൂടി കടന്നു പോകുവാനും, സ്തോത്രം, ഞങ്ങളുടെ വീടിന് മുമ്പിലെത്തിയപ്പോൾ ഞങ്ങളുടെ വീട് കാണുമ്പോഴേ അറിയാം ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു വീട്. പ്രത്യേകം എന്നെ കണ്ടാൽ ഏറ്റവും തീവ്രമായി നിൽക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു കൊച്ചു 10ൽ പഠിക്കുന്ന പ്രായം എന്നെ നോക്കിയിട്ട് ആ ദൈവദാസൻ പൂർണ്ണ ബലത്തോടെ ഒരു വാക്കു പറഞ്ഞു, നീ കർത്താവിന് വേണ്ടി ജീവിക്കും കേട്ടോ എന്ന്. സ്തോത്രം. ഞാൻ ശരിക്കും ഞാനിത് പറയുമ്പോൾ എൻ്റെ ശരീരം, സ്തോത്രം പറഞ്ഞ തുള്ളുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വാക്ക് ഒരു വ്യക്തി ദൈവശബ്ദം കേട്ട് പറഞ്ഞാൽ ആ പറഞ്ഞ വ്യക്തി അത് മറന്നുപോയാലും, സ്തോത്രം, കേട്ട വ്യക്തി അത് മറന്നുപോയാലും വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാകിയാൽ അവനത് നിവർത്തിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ആ വ്യക്തി കടന്നുപോയി. ഞാൻ അന്നത്തെ ദിവസം ഒരുപാട് ചിരിച്ചു. സ്തോത്രം. കാരണം ഇങ്ങനെ ഒരു വിഡ്ഢിത്തരം പറയാനുള്ള ധൈര്യം ഇവർക്കൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ഞാൻ അന്ന് ചിന്തിച്ചു. കാരണം ഒരു ക്രിസ്ത്യൻ വീട്ടിൽ ചെന്നിട്ട് നീ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് പറയാനൊക്കെ സാധിക്കും. എന്നാൽ ഒരു ഹൈന്ദവ വീട്ടിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞിട്ട് പോകാൻ ഇവർക്ക് ഇത്ര, ഞാൻ ആ സമയത്ത് ഓർത്തു, ഇത്ര വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന്. എന്നാൽ സ്തോത്രം, എന്റെ കർത്താവ് എന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ കണ്ടതാണ് അതിന്റെ കാരണം എന്ന് എനിക്ക് തിരിച്ചറിയാൻ വീണ്ടും അനേക വർഷങ്ങൾ വേണ്ടി വന്നു. സ്തോത്രം. ഞാൻ അങ്ങനെ തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ പറഞ്ഞ വാക്ക് ഒരു മണിക്കൂർ പോലും എന്റെ ഹൃദയത്തിനകത്ത് തങ്ങി നിന്നില്ല. ഒരു തമാശയായിട്ട് ഞാനത് ചിരിച്ചു വിട്ടു. എല്ലാവരും അതിനെ ഒരു തമാശയായിട്ട് അതിനെ പറഞ്ഞു വിട്ടു. ഓർക്കുക പോലും ചെയ്തില്ല. സ്തോത്രം. ഈ പറഞ്ഞ ദേവദാസൻ ഒരിക്കൽ പോലും ഈ ഭവനത്തിൽ തിരിച്ചു വന്ന് ഞാൻ സ്നാനപ്പെട്ടോ അല്ലെങ്കിൽ ഞാൻ ദൈവത്തിലായോ എന്ന് അന്വേഷിച്ചിട്ടുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ വ്യക്തിയെ ഒന്നുകൂടി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ആ സുവിശേഷകൻ ആ ദേശത്തുകൂടി പിന്നീട് എനിക്ക് തോന്നുന്നു മറ്റേതെങ്കിലും ഒരു ദൂരദേശത്ത് നിന്ന് സുവിശേഷമായി വന്ന വ്യക്തി ആയിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. എന്നാൽ ആ വ്യക്തിയെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഞാൻ +2 ആയി, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരു പക്വതയുടെ ലോകത്തിൽ എത്തിയപ്പോഴും ഞാൻ അന്ധമായ ഒരു വിശ്വാസത്തിന് ചുവട്ടിലായിരുന്നു. സ്തോത്രം. ഈ കൽപ്രതിമകളുടെ ഈ വിഗ്രഹങ്ങളുടെ ഈ രൂപങ്ങളുടെ മുമ്പിൽ രാവിലെ ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയി ചുറ്റിന് നിലത്ത് കിടന്ന് ഉരുണ്ട് എക്സാമിന്റെ ഒക്കെ സമയത്ത് ഞാനത് ഒഴിവാക്കാൻ പറ്റാത്തതുപോലെ എന്റെ തലച്ചോറിൽ അത് അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഞാൻ അങ്ങനെ ചെയ്തു. എന്നിട്ട് ശരീരമൊക്കെ നുറുങ്ങിയ വേദനയിലാണ് പലപ്പോഴും ഞാൻ എക്സാമിന് പോയത്. കാരണം ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഈ ദൈവം എന്നെ അനുഗ്രഹിക്കത്തില്ലെന്ന് ഞാൻ അന്ന് വിശ്വസിച്ചു. കാരണം ഒരു മനുഷ്യനേക്കാളും താഴെ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്താൽ മാത്രം തിരിച്ചു തരുന്ന ഒരു ശക്തിയായി ആണ് അന്ന് ദൈവത്തെ ഞാൻ പരിചയപ്പെട്ടത്. പലപ്പോഴും ഞാനത് അനുഭവിച്ചിട്ടുണ്ട്.
ഞാൻ അങ്ങോട്ട് നേർച്ച ഇടാതെ, അങ്ങോട്ട് വഴിപാട് കഴിക്കാതെ ഞാൻ പോകുന്ന സമയങ്ങൾക്ക് എനിക്ക് പല അനർത്ഥങ്ങളും പല ബുദ്ധിമുട്ടുകളും നേരിട്ടപ്പോൾ എൻ്റെ ആ കുഞ്ഞു മനസ്സിനകത്ത് ദൈവം ഭയപ്പെടേണ്ട ഒരു വസ്തുവായി അല്ലെങ്കിൽ ഒരു രൂപമായി മാറി. അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ നമ്മളെ പിന്തുടർന്ന് ഉപദ്രവിക്കുമെന്ന്, അതുപോലെ തന്നെ പിതാവും മാതാവും ഒക്കെ പറയുന്ന രീതികളിലും എൻ്റെ പിതാവ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പോകുന്ന കാണിക്ക വഞ്ചികളില് അദ്ദേഹം നാണയം അല്ലെങ്കിൽ നോട്ടുകളൊക്കെ ഇട്ടിട്ടാണ് യാത്ര പോകുന്നത്. അദ്ദേഹത്തിന്റെ വിശ്വാസമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പൈശാചിക ശക്തിയുടെ ആധിക്യത്തിൽ ഈ നാണയം അല്ലെങ്കിൽ ഈ നോട്ടുകളിൽ കാണിക്കവഞ്ചിയില് സമർപ്പിക്കാതെ പോകുന്ന യാത്രകളിൽ അനർത്ഥങ്ങൾ സംഭവിക്കുന്നു. അല്ലെങ്കിൽ ആ സമയങ്ങളിൽ വാഹനങ്ങൾ എവിടെയെങ്കിലും കിടന്നു പോകുന്നു. അപ്പോൾ വീണ്ടും ഇവര് ഈ ഒരു പൈശാചിക ശക്തിയുടെ മുമ്പിൽ വീണ്ടും ഒരു അന്ധനെ പോലെ, കണ്ണ് കെട്ടിയവനെ പോലെ നമ്മൾ വീണ്ടും അതിന്റെ ചോട്ടിലേക്ക് അടുത്ത് ചെല്ലുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജീവിച്ചത് കൊണ്ട് തന്നെ എൻ്റെ കർത്താവിന് വ്യക്തമായിട്ട് ഒരു കാര്യം അറിയാം. ഈ ഭൂമിയിലെ ഒരു മനുഷ്യനെ എൻ്റെ അടുക്കൽ വിട്ട് സുവിശേഷം പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കത്തില്ല. ഒരു ട്രാക്ട് തന്നാൽ ഞാൻ സ്വീകരിക്കത്തില്ല. സ്തോത്രം. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ വ്യക്തിയും ഞാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ കോട്ടയ്ക്കകത്ത് കയറ്റി നിർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ദൈവത്തിന് ഒരുവനെ ഹല്ലേലൂയ അവനിലേക്ക് വലിച്ചടുപ്പിക്കണമെങ്കിൽ ഈ ലോകത്തെ ഒരു വ്യക്തിയുടെ സഹായം വേണ്ട. ഹല്ലേലൂയ ഒരു ശക്തിയുടെ സഹായം വേണ്ട. അവൻ ആരെ എങ്ങനെ തന്നിലേക്ക് അടുപ്പിക്കണമെന്ന് വ്യക്തമായി അറിയാം. നമ്മളൊക്കെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പലരും ചിന്തിക്കും, പലർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, ഇവരുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒന്ന് വരണം, ദൈവമേ ഇതെങ്ങനെ സാധിക്കുമെന്ന്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മുറിക്കകത്തിരുന്ന് കണ്ണുനീർ ഒഴുക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെ നിങ്ങൾ ചിലപ്പോൾ സുവിശേഷം പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് റിജക്ട് ചെയ്ത് പോയ വ്യക്തിയെ ഉറക്കത്തിൽ പിടിക്കാൻ കർത്താവിന് കഴിയും. നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. സ്തോത്രം. ഹൈന്ദവാചാര പ്രകാരം തന്നെ എന്റെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ കുടുംബമായി ജീവിച്ചു വരുന്ന സമയത്ത് സ്തോത്രം, എന്റെ വീടിനകം എന്ന് പറഞ്ഞാൽ അമ്പലം പോലെ ആയിരുന്നു. എന്റെ ഹാള്, വീടിന്റെ അകത്തേക്ക് കയറി വരുന്ന ഹാള് എന്ന് പറയുന്നത് സ്തോത്രം ഒരു എണ്ണിയാൽ ഒടുങ്ങാത്ത ദൈവം എന്ന് നമ്മൾ പറയുന്നെങ്കിലും പല രൂപത്തിലും പല വേഷത്തിലും ഉള്ള അനേക രൂപങ്ങള്, ഫോട്ടോകള്. ഞങ്ങളുടെ ഹൈന്ദവ വിശ്വാസത്തിൽ അന്ന് വിശ്വസിക്കുന്നത് വിദ്യാഭ്യാസത്തിന് ഒരാളെ സമീപിക്കണം, രോഗത്തിന് ഒരാളെ സമീപിക്കണം, അങ്ങനെ പല കാര്യത്തിനും പല ഡിപ്പാർട്ട്മെന്റിൽ ഓരോരുത്തരെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് അന്ന് വിശ്വസിച്ചത്. സ്തോത്രം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മഠേത്തരത്തെ പോലും സ്തോത്രം മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എന്നാൽ ഞാൻ ആ കാലത്തും ഞാൻ ഒരു കാര്യം ചെയ്തു. ഇത് ദൈവം എന്ന് വിശ്വസിച്ച സമയത്ത് ഞാൻ ഒരു അർത്ഥവിശ്വാസി അല്ലായിരുന്നു, ഞാനൊരു പൂർണ്ണ വിശ്വാസിയായിരുന്നു. ഇത് ദൈവമാണെന്ന് ഞാൻ കരുതിയിരുന്നത് കൊണ്ട് തന്നെ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റവും ശ്രേഷ്ഠകരമായി ചെയ്തു. എൻ്റെ പേഴ്സണൽ ലൈഫിനേക്കാൾ പ്രാധാന്യം അതിൻ്റെ കാര്യങ്ങൾക്ക് കൊടുത്തു. നിലവിളക്ക് വെക്കുക, നാമം ചൊല്ലുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു. ഞാൻ ചിലപ്പോൾ ഓർക്കും, ദൈവമേ ഈ കല്ലിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഈ അസത്യത്തിന്റെ മുമ്പിൽ ഞാൻ ഈ കാണിക്കുന്ന ആത്മാർത്ഥത ചിലപ്പം എൻ്റെ കർത്താവ് കണ്ടിട്ട് എന്നോട് ദയ തോന്നിയതായിരിക്കും. സ്തോത്രം. കാരണം ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, 4 മണിക്കൊക്കെ എത്ര രോഗമാണേലും എഴുന്നേക്കും, ആ വിളക്ക് വെക്കുന്നതിന് മുമ്പ് ചുറ്റോട് ചുറ്റും തൂത്തുവാരി, മിറ്റം വരെയും തൂത്തുവാരി, അങ്ങനെയൊക്കെ ഇതിനെ. പക്ഷെ പിശാചിനെ ആരാധിക്കുന്നു എന്ന് നമുക്കറിയുന്നില്ലെങ്കിലും കർത്താവിന് ദയ തോന്നി കാണുമായിരിക്കും എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും. അങ്ങനെ ഞങ്ങളായിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മ, അദ്ദേഹത്തിന്റെ 7ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്ത വ്യക്തിയാണ്. എൻ്റെ ഭർത്താവ് പിന്നീട് വളരെ കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് ഒരു ഭവനം ഇവരുടെ കുടുംബ വകയുള്ള ഒരു പറമ്പില് ഒരു പുതിയ വീട് വെച്ചതിന് ശേഷമാണ് എന്റെ വിവാഹം പോലും കഴിക്കുന്നത്. ഞങ്ങൾ ആ വീട്ടിൽ ഇങ്ങനെ താമസിക്കും. എന്നാൽ ചുറ്റിനും എല്ലാ ബന്ധുക്കളുണ്ട്. ഈ അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചവര് കുടുംബമായിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലം. എന്നാൽ ഒരു സമയത്ത് എൻ്റെ കർത്താവ് ഇങ്ങനെ എന്നോട് ഇങ്ങനെ, ഞാൻ ഉറങ്ങുമ്പോഴും എഴുന്നേറ്റ് ഇങ്ങനെ ജോലികൾ ചെയ്യുമ്പോഴും ഒക്കെ ഈ ദൈവം എന്നോട് സംസാരിച്ചു. അന്നത് ദൈവം സംസാരിക്കുന്നതെന്നോ ദൈവശബ്ദമാണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. എന്ന് ഞാൻ എൻ്റെ ഹാളിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് മിന്നൽ പോലെ എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം. എൻ്റെ ഹാളിന്റെ മെയിൻ ആയിട്ട് നിൽക്കുന്നത് ഈ കഴുത്തിൽ പാമ്പുമായിട്ട് നിൽക്കുന്ന, സ്തോത്രം കേൾക്കുന്ന പലർക്കും അറിയാമായിരിക്കും ആ ഒരു മൂർത്തി, ആ രൂപം, ആ ഒരു ഫോട്ടോ ഇങ്ങനെ ഉണ്ട്. അപ്പം
ഞാനിങ്ങനെ കടന്നു അന്നുവരെ ജനിച്ച് ഇത്രയും വർഷം ഞാൻ ജീവിച്ചിട്ട് എനിക്ക് തോന്നാത്ത ഒരു കാര്യം, ഞാൻ ഒരു ദിവസം ഹാളിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പം ഞാൻ ഈ ഫോട്ടോയിലേക്ക് നോക്കി ഇങ്ങനെ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ വെക്കും, നോക്കുമ്പോഴെല്ലാം ഇങ്ങനെ വെക്കും. ആ ഒരു പോയിന്റിൽ ഒരു മിന്നല് പോലെ എൻ്റെ തലച്ചോറിലേക്ക് ഒരു ചോദ്യം, ഈ ലോകത്തെ അനേകം മനുഷ്യരുടെ ജീവൻ കലർന്ന ഒരു പാമ്പ് കഴുത്തിലിട്ടിരിക്കുന്ന ഈ രൂപം എങ്ങനെ ദൈവമാകും? സ്തോത്രം, സ്തോത്രം. എനിക്ക് ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരമില്ല. ഞാൻ ഒരു നിമിഷം അവിടെ നിന്നു. എന്നിട്ട് ഞാൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ രൂപത്തെ നോക്കി തന്നെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നതാ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കടന്നുപോയി. ഇന്ന് ഞാൻ അകത്ത് പോയി തേച്ചു മെഴുക്കുന്ന സമയത്ത് എന്നോട് വീണ്ടും എൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു വ്യക്തി ചോദിക്കുന്നത് പോലെ, നമ്മൾ മുഖാമുഖം രണ്ടുപേരോട് സംസാരിക്കുമല്ലോ, അതുപോലെ എന്നോട് സംസാരിക്കുന്നത് പോലെ എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ആത്മാവ് തന്നെ എന്നോട് സംസാരിക്കുന്നത് പോലെ എന്നോട് ചോദിക്കുക, ഉത്തരം പറ, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. എനിക്ക് ഉത്തരമില്ല. ഞാൻ പെട്ടെന്നൊരു കുഴപ്പത്തിലായതുപോലെ എനിക്ക് തോന്നി. കാരണം എനിക്കിതിന് പറയാൻ ഒരു ഉത്തരമില്ല. ശരിയാ, ഈ ലോകത്തെ അനേക വ്യക്തികളുടെ, അതായത് പലരുടെയും ഇണയെ, പലരുടെ മക്കളെയൊക്കെ കവർന്നുകൊണ്ടുപോയ ഒരു വിഷസർപ്പത്തെ കഴുത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷസർപ്പത്തോട് ഐക്യമുള്ള ഒരു വ്യക്തിക്കല്ലേ അതിനെ കഴുത്തിൽ ചേർക്കുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു ശുദ്ധനായ ഒരു മനുഷ്യരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു ശക്തിക്ക് എങ്ങനെ അതിന് വിരോധമായി നിൽക്കുന്ന ഒരു വസ്തുവിനെ കഴുത്തിൽ വെക്കുവാൻ സാധിക്കും? പിന്നീട് സംഭവിച്ചത്, എനിക്ക് ഈ ഹാളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇതിനെ നോക്കണ്ട എന്നൊരു ഫീലിംഗിലേക്ക് ഞാൻ കടന്നു വന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കാതെ ഇരിക്കാനും വയ്യാത്തൊരവസ്ഥയിൽ കൂടെ കടന്നുപോയി. ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഒരുപാട് വേദനിച്ചു. ഞാൻ ഇത്രയും വർഷം ഞാൻ ആരാധിച്ചതും, സ്തോത്രം, ഞാൻ എൻ്റെ അപ്പനമ്മമാരെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ എൻ്റെ ബോക്സിനകത്തൊക്കെ, ഈ ബോക്സിന്റെ ഡോറ് തുറക്കുമ്പോൾ അതിന്റെ മെയിൻ ഭാഗത്തൊക്കെയും ഈ രൂപമാണ് ഞാൻ ഒട്ടിച്ചു വെച്ചത്. ഈ രൂപത്തെയാണ് ഞാൻ എപ്പോഴും സേവിച്ചത്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കൂട്ടുകാരൊക്കെ ഇന്റർവെൽ ടൈമിൽ ആഘോഷിക്കുമ്പോഴും ഞാൻ ഈ കൂട്ടുകാരുടെ കൂടെയൊക്കെ നടക്കുമ്പോൾ പോലും ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ ശക്തിയുടെ മന്ത്രങ്ങളെ ഞാൻ ഉരുവിട്ടത്. ഇത് ദൈവം അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? സ്തോത്രം, ഞാൻ ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ വിഷമത്തോടെ ഇരിക്കാൻ തുടങ്ങി. എനിക്ക് നാമം ചൊല്ലാൻ തോന്നുന്നില്ല. വിളക്ക് ഞാൻ വെച്ചു, മറ്റുള്ളവരെ എന്ത് വിചാരിക്കുമെന്ന് വെച്ച് വിളക്ക് കത്തിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് നാമം ചൊല്ലാൻ തോന്നുന്നില്ല. കാരണം ഇത് ശരിയല്ലെന്ന് എവിടുന്നോ ഒരു ഉള്ളിൽ ഒരു തോന്നല് വന്നതുകൊണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മള് എന്താ പറയുന്നത്, കരയ്ക്കുമല്ല വെള്ളത്തിലുമല്ല എന്നൊരവസ്ഥയിൽ കൂടെ നിൽക്കുക. സ്തോത്രം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്നാൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഈ ലോകത്തൊരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഇത്രയും നാളും സേവിച്ചത് ദൈവത്തെ അല്ലെങ്കിൽ ഈ ലോകത്തിനകത്ത് എവിടെയെങ്കിലും ഒരു ദൈവം ഇരിപ്പുണ്ടെങ്കിൽ ഈ ദൈവം എൻ്റെ അടുത്തൊന്നും വരണം. ഞാനിത് കാരണം എനിക്ക് ഈ സംശയം ചോദിക്കാൻ എൻ്റെ അപ്പനമ്മമാരോട് പറ്റത്തില്ല. ഞാനിത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവരെന്നെ ഷൗട്ട് ചെയ്യും, ഉറപ്പായിട്ട് ഷൗട്ട് ചെയ്യും. എന്നോട് പറയും, നീ മാപ്പ് അപേക്ഷിക്ക്, നീ പരിഹാരക്രിയ ചെയ്യും. ഇങ്ങനെ ചിന്തിച്ചതിനെന്നേ അവർ പറയത്തുള്ളൂ. ഞാൻ ഇതിനാരോട് ചോദ്യം ചോദിക്കും? അതുകൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തിനകത്തൊരു ദൈവം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കുവാൻ പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. എന്നാൽ രാത്രി ഞാൻ ഉറക്കുന്ന സമയത്ത് എന്നോടൊരു വ്യക്തി അടുത്ത് വന്നിരുന്ന് എങ്ങനെ സംസാരിക്കുമോ? ഒരു സുവിശേഷകൻ, സ്വർഗത്തിൽ നിന്ന് അയച്ചൊരു സുവിശേഷകൻ വന്നാൽ അയാൾ എങ്ങനെയാണോ സുവിശേഷം പറയുന്നത്, അതുപോലെ ഞാൻ ഉറക്കത്തിൽ കണ്ണു തുറക്കാതെ ഒരു സുവിശേഷം കേട്ടു. ആ സുവിശേഷകൻ പക്ഷെ ഭൂമിയിൽ നിന്നല്ല കേട്ടോ. സ്തോത്രം, സ്വർഗത്തിലെ സ്തോത്രം, ദൈവപുത്രൻ, എൻ്റെ കർത്താവ്, എൻ്റെ യേശുവപ്പ. ഞാൻ അറിഞ്ഞ നാൾ മുതൽ ഞാൻ വിളിക്കുന്നത് യേശുവപ്പാന്നാ. എൻ്റെ യേശുവപ്പ അടുത്ത് വന്നിരുന്ന് ഈ പൊട്ടിയായ മകൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. സ്തോത്രം. അതിങ്ങനെയായിരുന്നു, നീ സേവിച്ചത് ദൈവത്തെയല്ല പിശാചിനെയാണ്. എന്നാൽ നിന്റെ കണ്ണ് മറച്ചു കെട്ടിയത് കൊണ്ട് നിനക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നാൽ നിന്റെ മറച്ചു കെട്ടിയ കണ്ണിനെ ഞാനിപ്പോൾ തുറക്കുകയാ എന്ന് പറഞ്ഞ് എന്റെ ദൈവം ചിലത് എനിക്ക് പറഞ്ഞു തന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ അനേക വ്യക്തികളെ ഉപദ്രവിച്ച, ഹല്ലേലൂയ, തൊണ്ടയില് വിഷവുമായി നിൽക്കുന്ന പാമ്പിനെ അണിഞ്ഞത് ദൈവം അല്ല. സ്തോത്രം. അസ്ഥികൂടങ്ങൾ മാലയായി കോർത്ത് കഴുത്തിൽ അണിഞ്ഞ സ്ത്രീ രൂപം
ദൈവം അല്ല. സ്തോത്രം. മനുഷ്യന്റെ ശരീരത്തിൽ ശൂലം കുത്തി എന്നെ ആരാധിക്കുക എന്ന് ആഹ്വാനം ചെയ്തത് ദൈവം അല്ല. സ്തോത്രം. ഹല്ലേലൂയ. പണം അങ്ങോട്ട് കൊടുത്താൽ തിരിച്ച് സഹായിക്കാമെന്ന് പറഞ്ഞു നിൽക്കുന്ന ശക്തി അത് ദൈവമല്ല. സ്തോത്രം. ഇങ്ങനെ അനേക കാര്യങ്ങൾ എന്നോട് എന്റെ ദൈവം സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. എനിക്ക് എതിർത്ത് പറയുവാൻ ഒരു വാക്കുപോലും ഇല്ലായിരുന്നു. അന്ന് വരെ ഞാൻ ചൊല്ലിയ മന്ത്രങ്ങളോ ഹല്ലേലൂയ ഞാൻ പഠിച്ച വേദഭാഗങ്ങളോ ഒന്നും തന്നെ ഈ ശബ്ദത്തോട് പ്രതികരിക്കുവാൻ അല്ലെങ്കിൽ എതിർക്കുവാൻ എനിക്ക് ഉപയോഗപ്പെട്ടില്ല. സ്തോത്രം. ഞാൻ ഈ സാക്ഷ്യം പറയുന്ന സമയത്ത് സ്തോത്രം ഏതെങ്കിലും ഹൈന്ദവ മാർഗത്തിലുള്ള വ്യക്തികളോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അറിയാത്ത വ്യക്തികളോ ഇത് കേൾക്കുന്നു എങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, എന്നോട് സംസാരിച്ചത് ഒരു മനുഷ്യനല്ല, ജീവനുള്ള ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുപോലെ തന്നെ ഞങ്ങൾ പഠിച്ച വേദഭാഗങ്ങളിലൊക്കെ പറയുന്നു, ഈ ദൈവം ആരെയും ഒരു സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്ന് പറയുന്ന ഒരു വേദഭാഗവും ഇല്ല സത്യത്തിൽ. കാരണം ഈ പറയുന്ന ശക്തികൾ തന്നെ പറയാതെ പലപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ നരകവുമായി കണക്റ്റഡ് ആണെന്ന്. എന്നാൽ മനുഷ്യന്റെ ബോധമനസ്സ് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. സ്വർഗവുമായി ഇവർ കണക്റ്റഡ് ആയിട്ടില്ല. അതുപോലെ തന്നെ തെറ്റ് ചെയ്യുന്നവരെ നിഗ്രഹിച്ചു കളയുന്ന, തെറ്റ് ചെയ്യുന്നവരെ നശിപ്പിച്ചു കളയുന്ന ഒരു ശക്തിയാണെന്ന് പറയുന്നു. അങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ നശിപ്പിക്കുന്നത് എന്തിനാ? തെറ്റ് ചെയ്യുന്നവരെ നശിപ്പിക്കുവാൻ മനുഷ്യന് പോലും സാധിക്കുമല്ലോ. എന്നാൽ തെറ്റ് ചെയ്യുന്നവനെ, പാപിയെ, വെറുക്കപ്പെട്ടവനെ, തള്ളപ്പെട്ടവനെ ഏറ്റെടുക്കുവാൻ ഒരു ദൈവമുണ്ടെങ്കിൽ അവനെയാണ് ഈ ഭൂമിക്ക് ആവശ്യം. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഞാൻ ഈ വായിച്ച, പഠിച്ച, ഞാൻ ഫോളോ ചെയ്ത ഒരു ദൈവം എന്ന് ഞാൻ വിശ്വസിച്ച ഒരു ശക്തിയും ഭൂമിയിലെ ഒരു മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ ചൂണ്ടുവിരൽ പോലും മുറിയുവാൻ നിന്നു കൊടുത്തതായി ഞാൻ വായിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ സ്തോത്രം, സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവനവന്റെ ലാഭങ്ങൾക്ക് വേണ്ടി ഈ മനുഷ്യരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിയെ ദൈവം എന്ന് വിളിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം മനുഷ്യ ജനത്തോട് ഞാനൊരു കാര്യം പറയാം. തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ജനത്തെ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ ഉന്നത അധികാരിയേക്കാൾ യാതൊരു മേന്മയും ആ ശക്തിക്ക് ഇല്ല എന്ന് ഞാൻ പറയാം. സ്തോത്രം. അവനവന്റെ ലാഭത്തിനു വേണ്ടി ചില വ്യക്തികളെ ഹല്ലേലൂയ കൊലയ്ക്ക് കൊടുക്കുവാൻ, ചില വ്യക്തികളെ കൂട്ടത്തല്ലിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത ചില രാഷ്ട്രീയ പ്രമുഖന്മാരെക്കാളും യാതൊരു ശ്രേഷ്ഠതയും ഈ ശക്തികൾക്കില്ല എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ ഈ പറയുന്ന ഈ ശക്തികൾ ആരും തന്നെ ഹല്ലേലൂയ ലോകത്ത് മുഴുവനുള്ള സകല ജനത്തിനു വേണ്ടിയും പ്രവർത്തിച്ചെന്ന് നാം കേട്ടിട്ടില്ല. എന്നാൽ സ്തോത്രം ഞാൻ ഇങ്ങനെ ഈ ഒരു വാഗ്വാദത്തിൽ ഞാനും എൻ്റെ മനസ്സുമായി ഇരിക്കുന്ന സമയത്ത് സ്തോത്രം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ദൈവം സത്യസന്ധമായി അല്ലെങ്കിൽ സത്യത്തോടെ ഈ ലോകത്തെ മനുഷ്യർക്ക് വേണ്ടി ഒരു ദൈവം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് എൻ്റെ ഈ മുറിക്കകത്ത് വന്ന് എന്നോട് സംസാരിക്കാമല്ലോ. ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ ഓരോ ദിവസവും പ്രതീക്ഷയോടെ ഉറങ്ങും രാത്രിയിൽ ഒരാളുടെ ശബ്ദം കേൾക്കാൻ. എന്നാൽ അത് യേശുവാണെന്നോ യേശുവിന്റെ ശബ്ദമാണെന്നോ തിരിച്ചറിയാൻ വീണ്ടും ദിവസങ്ങൾ വേണ്ടി വന്നു. സ്തോത്രം. അങ്ങനെ ഒരു രാത്രിയിൽ ഞാൻ കിടക്കുമ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു 5 ദിവസത്തിനകം എനിക്ക് ഇതിനകത്തൊരു തീരുമാനം വേണം, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ പഴയതൊക്കെ തന്നെ ഫോളോ ചെയ്യാൻ പോവുക. കാരണം നിൽക്കുന്ന മനുഷ്യരെ, മാതാപിതാക്കൾ, ഇവരെ ഒന്നും എനിക്ക് വെറുത്ത് കളയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇത് ഫോളോ ചെയ്യും. ഇല്ലെങ്കിൽ ഒരു 5 ദിവസം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അവനെ എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പറഞ്ഞു. എന്നാൽ സ്തോത്രം 5 ദിവസം എന്ന് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അപ്പൻ ഒരു ദിവസമേ എടുത്തുള്ളൂ. സ്തോത്രം. ഞാൻ വിഷങ്ങളായി കടന്നുപോയ ഒരേ വഴി. എന്നാൽ ഞാൻ കോട്ടയം ടൗണിൽ പല വഴി കൂടി ഇങ്ങനെ ബസ്സിൽ കടന്നു പോന്നു. ഞാൻ ജനിച്ച് നാളെ തൊട്ട് കടന്നുപോയ വഴിയായി. എന്നാൽ ചില മതിലുകളിൽ എഴുതിയ ചില വചനങ്ങൾ എന്റെ ചങ്കിനകത്ത് ഇടിച്ചു കയറി. എന്റെ ദൈവത്തോട് ഞാൻ ചോദിച്ച ചില ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് ലഭിച്ചത് ചില മതിലുകളിൽ എഴുതിയ ചില സുവിശേഷമായിരുന്നു. സ്തോത്രം. നിന്റെ അമ്മയുടെ അന്ന് കണ്ടല്ലോ സ്വപ്നത്തിന് ഒരാള് വന്ന് സംസാരിച്ചല്ലോ ശാരികയോട്. അതെ അതെ ആ സംസാരിച്ച കാര്യങ്ങളാണല്ലോ ഇപ്പൊ പറഞ്ഞത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ.
പിന്നെ 5 ദിവസത്തിനകത്തെന്ന് പറഞ്ഞത് എന്തുവാ? 5 ദിവസം കഴിഞ്ഞപ്പോഴാണോ വന്നത്? അല്ല, ഞാൻ 5 ദിവസത്തിനകം ഈ ഭൂമിയിൽ ഒരു ദൈവമുണ്ടെങ്കിൽ 5 ദിവസത്തിനകം എനിക്ക് ആ ദൈവത്തിനെ കുറിച്ചൊരു വ്യക്തത ലഭിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അല്ല എങ്കിൽ ഞാൻ വന്ന പാരമ്പര്യത്തെ തന്നെ ഞാൻ ഫോളോ ചെയ്യുകയും ചെയ്യും. കാരണം എനിക്ക് ഈ ലോക മനുഷ്യനോട് കൂടി എതിർത്ത് നിൽക്കാൻ ത്രാണിയില്ല. പക്ഷെ വ്യക്തമായ ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് വെളിപ്പെടുത്തിയാൽ ഞാൻ നിന്നെ ഫോളോ ചെയ്യാം എന്ന് ഞാൻ ആ രാത്രിയിൽ ഒരു തീരുമാനമെടുത്തു. അന്ന് രാത്രിയിലാണോ ഒരു ആള് അടുത്ത് വന്നത്? അല്ല, ഞാൻ ഈ ആള് അടുത്ത് വന്ന് എന്നോട് പല ദിനങ്ങളായി സംസാരിക്കുന്നുണ്ട്. അതായത് പക്ഷെ ഇത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല, എന്താണെന്നും മനസ്സിലാകുന്നില്ല. അതിന്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു 5 ദിവസത്തിനകം ഇതെന്താണ് എന്ന് വെളിപ്പെടുത്തി കിട്ടണം എന്ന് ഞാൻ അങ്ങോട്ട് എന്റെ ഉറക്കത്തിൽ ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. എന്നാൽ അതിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് ഈ പറഞ്ഞ ഒരു കാര്യം എനിക്ക് സംഭവിക്കുന്നത്. അപ്പം ആണ് അല്ലെങ്കിൽ യേശുവിന്റെ ഞാൻ സത്യം പറയാം ആന്റി, സ്തോത്രം, ഞാൻ ഇപ്പോൾ പറയുന്നതിനകത്ത് എനിക്ക് ചില വേദനയുണ്ട്. എങ്കിലും ആ സമയത്ത് ഞാൻ അതൊരു ഗന്ധർവനാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിരിക്കും ഈ ദൈവം എന്നാണ് ഞാൻ ആ ടൈമിൽ ആദ്യം തെറ്റിദ്ധരിച്ചത്. സ്തോത്രം. എന്നാൽ 5 ദിവസമാണ് ഞാൻ എൻ്റെ ദൈവത്തിന് തെളിയിക്കാൻ സമയം കൊടുത്തതെങ്കിൽ തൊട്ട് പിറ്റേ ദിവസം ഒരു യാത്രയില് ഞാൻ അത്രയും വർഷവും യാത്ര ചെയ്തിട്ട് കാണാത്ത മതിലുകൾ എന്നോട് സംസാരിച്ചു. സ്തോത്രം. ഒരിക്കലും ഞാൻ ആ മതിലുകളെ നോക്കിയിട്ടേ ഇല്ല. എന്നാൽ ആ മതിലുകൾ എന്നോട് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു: നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു ഭാഗം മുമ്പേ ഞാൻ നിന്നെ കണ്ടു. സ്തോത്രം. അങ്ങനെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോ ഈ സത്യം പറഞ്ഞാൽ ഇതൊരു ബൈബിൾ കോട്ടാന്ന് പോലും എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ കണ്ടു എന്ന് പറയുന്നു, ഞാൻ ആരാണ് എന്ന ചോദ്യത്തിലേക്കായി. അപ്പൊ പിന്നെ എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയി. ഈ ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ എൻ്റെ ഫോൺ എടുത്തു. സ്തോത്രം. ഞാൻ ഈ കണ്ട കാര്യം ടൈപ്പ് ചെയ്തു. അപ്പോൾ കണ്ടു ബൈബിൾ വാക്യം. അങ്ങനെ ബൈബിളിലേക്ക് ഞാൻ വന്നു. സ്തോത്രം. സ്തോത്രം. അങ്ങനെ ബൈബിളിൽ വന്നു. ബൈബിളിൽ പറയുന്നത് യേശുവിനെ കുറിച്ചാണെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് അന്ന് അറിയത്തില്ല യേശു മാത്രമാണെന്നല്ല. കുറെ പുണ്യാളന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മാതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്നാൽ എൻ്റെ ദൈവം വിശ്വസ്തനാകയാൽ ഇതിലൊന്നും അലഞ്ഞു തിരിയാൻ എന്നെ വിട്ടില്ല. ഡയറക്റ്റ് യേശുവിലേക്ക് തന്നെ. ഞാനൊരു മറ്റൊരു കാര്യത്തിലും കിടന്ന് ചുറ്റിക്കറങ്ങാൻ ദൈവം ഇടയാക്കാതെ ഡയറക്റ്റ് യേശു ക്രിസ്തു മാത്രം ദൈവം എന്ന ഒരു പോയിന്റിലേക്ക് ദൈവം എന്നെ എത്തിച്ചു. അതുപോലെ എൻ്റെ അപ്പനമ്മമാർ എന്നെ ഉപേക്ഷിച്ചു, എന്നാൽ യഹോവ എന്നെ ചേർത്തുകൊള്ളും എന്ന വചനം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചലിക്കാൻ പോകുകയാ. എൻ്റെ അപ്പനമ്മമാർ എന്നെ ഉപേക്ഷിക്കാൻ പോകുകയാ. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം. കാരണം ആ സമയത്ത് ഒരിക്കലും എൻ്റെ ഹൃദയം ഒന്ന് ചഞ്ചലപ്പെട്ടില്ല. കാരണം അത്രയും നാള് മനുഷ്യരിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ച ഞാൻ, എനിക്കൊരു കുഞ്ഞു കാര്യമുണ്ടായാൽ അമ്മയെ വിളിക്കണം, അച്ഛനെ വിളിക്കണം, കൂട്ടുകാരെ വിളിക്കണം, സഹോദരിയെ വിളിക്കണം, അങ്ങനെ ജീവിച്ച ഞാൻ ഒരു ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു ബലത്തിലേക്ക് പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ ദിവസങ്ങൾക്കകത്ത് ഞാൻ അങ്ങനെ നിന്നു. ഞാൻ ആ ടൈമില് എനിക്ക് വളരെ അവിചാരിതമായിട്ട് എൻ്റെ ഒരു കയ്യിൽ ഒരു ബൈബിള്, അതും സത്യവേദ പുസ്തകം ലഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അപ്പൊ ഞാൻ ഇതൊന്ന് വായിച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ട് സ്തോത്രം ഞാൻ ഇതിന്റെ കയ്യിലെടുത്തു. ഞാൻ പൈസ മുടക്കി. അതൊരു ഹൈന്ദവ മാർഗത്തിലെ ഒരു ഭവനത്തിനകത്ത്, നമ്മുടെ കൂടെയുള്ള ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ അവർക്കൊരു സുവിശേഷകൻ കൊടുത്തിട്ട് ഇവർക്ക് കത്തിക്കാനും മേല കളയാനും മേല എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുവാണ് ഈ കറുത്ത ബൈബിള്. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഈ ടൈമിൽ ഇങ്ങനെ ഒരു കാര്യമായി കണക്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾക്ക് വേണോ? അപ്പൊ പറഞ്ഞു, ഇല്ല, വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് ഈ സാധനമായിട്ട് വീട്ടിലേക്ക് വരാൻ ഇടയായത്. സ്തോത്രം. അത് ആ സുവിശേഷൻ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചതായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സ്തോത്രം. കർത്താവ് എല്ലാം ശാന്തമായി കരുതുന്ന ദൈവമാണല്ലോ. ഇന്നും സ്തോത്രം അതേ ബൈബിള് എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. 12 വർഷത്തിന് ശേഷവും ഈ ബൈബിൾ എനിക്ക് പലപ്പോഴും എൻ്റെ ആലയത്തിൽ വെച്ചിട്ട് എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ എല്ലാവരുമായിട്ടിരുന്ന ആരാധനയുടെ ഇടയിൽ ഇങ്ങനെ ചെയറൊക്കെ മാറി അങ്ങോട്ട് പോയി ഞാനിങ്ങനെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഏറ്റവും പുറകെ പോയിരുന്നാലും ചിലപ്പം ആരാധന കഴിയുമ്പോൾ പുൽപ്പറ്റ ചെന്ന് വീഴുന്ന ഒരവസ്ഥയെ കൂടെ ദൈവം കടത്തിക്കൊണ്ട്. അപ്പം എനിക്ക് ഈ ബൈബിള്
പലപ്പോഴും മിസ്സായി. ഒരു തവണ എന്റെ പാസ്റ്റർ ആന്റി എന്നോട് പറഞ്ഞു, മോളെ നീ ഇങ്ങനെ വിഷമിക്കാതെ, ഞാൻ 2 ദിവസം എന്റെ ബൈബിൾ ഇല്ലാതെ, കാരണം ആന്റി എന്നോട് പറഞ്ഞു ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വില കൂടിയ ഒരു ബൈബിൾ ഞാൻ നിനക്ക് മേടിച്ചു തരാം, നീ കരയാതെ. ഞാൻ പറഞ്ഞു വേണ്ട ആന്റി, എനിക്ക് എന്റെ ബൈബിള് വേണം. സ്തോത്രം. എന്റെ ദൈവം എന്നോട് സംസാരിച്ചത് മുഴുവൻ ഞാൻ അടയാളപ്പെടുത്തിയിട്ട ബൈബിൾ, എനിക്ക് ഈ ബൈബിൾ എന്റെ അന്ത്യം വരെ എന്റെ കൂടെ വേണം. അതുകൊണ്ട് ഞാൻ ആ ബൈബിളിന് വേണ്ടി ഉപവസിച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ ആ ബൈബിൾ എനിക്ക് 7 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഒരു വ്യക്തി, അതും ആ വ്യക്തി ഒരു രീതിയിലും അവിടെ ചർച്ചിൽ ഒരു തവണയ്ക്ക് വന്ന വ്യക്തിയുടെ കൈ മാറി കിട്ടിയ ബൈബിളാ. പക്ഷെ ആ വ്യക്തി ഈ ബൈബിളിൽ അടയാളപ്പെടുത്തിയിട്ട വാക്യങ്ങൾ കണ്ടിട്ട് ഇതാരുടെയോ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കി തിരിച്ചു കൊണ്ട് തരുവാൻ സ്വർഗം ഇടയാക്കി. സ്തോത്രം. ഈ ബൈബിൾ എടുത്ത് ഞാൻ വായിക്കുവാൻ തുടങ്ങി. മറിച്ച് നോക്കിയപ്പം നമ്മൾ ഒരാളോടൊരു കാര്യം മെസ്സേജ് അയച്ച് ചോദിക്കുമ്പം അയാൾ റിപ്ലൈ തരുമല്ലോ, അതുപോലെ ബൈബിൾ എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. സ്തോത്രം. എനിക്ക് എവിടെ നിന്നില്ലാത്തൊരു ധൈര്യം, ഒരു ശക്തി, ഒരു ബലം, എന്റെ കൂടെ ഒരുവൻ വന്നിരുന്ന അനുഭവം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അന്ന് അനുഭവിച്ച അതേ ആത്മസന്തോഷം ഞാൻ ഇന്ന് ഈ മുറിയിലും ഞാൻ അനുഭവിക്കുന്നു. സ്തോത്രം. എന്റെ ഓരോ മിനിറ്റിലും ഞാൻ ആത്മസന്തോഷത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ഈ ബൈബിള് വായിക്കുവാൻ തുടങ്ങി. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. അവൻ ഏതെങ്കിലും ഒരു പ്രത്യേക കൂട്ടത്തിന് വേണ്ടി ഇറങ്ങി വന്നവനല്ല, മാനവ കുലത്തിന്റെ മുഴുവനും വിടുതലിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തൊരു ദൈവമാണ്. എനിക്ക് മനസ്സിലായി. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ പ്രാരാബ്ധങ്ങൾ ഉണ്ടായിട്ട് സ്വർഗത്തിൽ നിന്നും താഴോട്ട് ഇറങ്ങി വന്നവനല്ല. സ്തോത്രം. അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായിട്ടും മാറത്ത് പൊൻകച്ച കെട്ടിയവനായിട്ടും വെള്ളോട്ട് സദൃശ്യമായ പാദങ്ങൾ ഉള്ളവനായിട്ടും ഹല്ലേലൂയ അവന്റെ സകല ഹല്ലേലൂയ മാന്യതകളും ത്യജിച്ച് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നൊരു ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ ഞാൻ ബൈബിളുമായി കണക്റ്റഡ് ആയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ, സ്തോത്രം, ചിലരൊക്കെ എനിക്ക് സഹായത്തിന് വന്നെന്നിരിക്കും, എനിക്ക് വേണ്ടി അനുകൂലമായി സംസാരിച്ചെന്നിരിക്കും. എന്നാൽ സ്തോത്രം, എനിക്കൊരു പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കുവാൻ, സ്വന്തം കൈ പോലും മുറിക്കുവാൻ, നിന്നു കൊടുക്കുവാൻ ഒരു വ്യക്തി പോലും ഈ ലോകത്തിലില്ല. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്നെ സഹായിക്കാനൊക്കെ ചിലപ്പോൾ ചിലർ വരുമായിരിക്കും, എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയുമായിരിക്കും. എന്നാൽ ഈ ശാരികയെ ഞാൻ തകർക്കാതിരിക്കണമെങ്കിൽ നിന്റെ കൈ ഞാൻ വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിൽ കയറി നിൽക്കാൻ ഒരു വ്യക്തിയും ഈ ലോകത്തിൽ വരത്തില്ല. സ്തോത്രം. നമ്മളെ ആർക്കും വേണ്ടി ആരും അങ്ങനെ നിൽക്കത്തില്ല. എന്നാൽ സ്വന്തം ശരീരം ഉഴവുചാൽ പോലെ കീറുവാൻ അവൻ നിന്ന് കൊടുക്കണമെങ്കിൽ നമ്മളോടുള്ള സ്നേഹത്തിന്റെ ആഴം, സ്തോത്രം, എത്രയധികമാ. സ്തോത്രം. ഈ ലോകത്തിൽ മാതൃസ്നേഹത്തെ ഏറ്റവും വലിയ സ്നേഹമാക്കി പറയുന്നു. എന്നാൽ ഒരു കുഞ്ഞിന്റെ ഹല്ലേലൂയ വിടുതലിന് വേണ്ടി സ്വന്തം ശരീരത്തെ ബ്ലേഡ് കൊണ്ട് കീറി മുറിക്കുമെന്ന് പറഞ്ഞാൽ ഒരമ്മ ഹല്ലേലൂയ ഒരല്പം പോലും സ്തോത്രം ചിന്തിക്കാതെ നിന്നു കൊടുക്കുമോ എന്ന് ചിന്തിച്ചാൽ, സ്തോത്രം, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ സ്തോത്രം, തന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങളിൽ കൂടി രക്തം ഒഴുകുവാൻ ഹല്ലേലൂയ നിന്നു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ദൈവമായിട്ടും ഹല്ലേലൂയ സർവ്വത്തെ ചമച്ചവനായിട്ടും, സ്തോത്രം, അവൻ നിന്നു കൊടുത്തത് നമ്മളോടുള്ള അനന്തമായ സ്നേഹം നിമിത്തമാ. ആ സ്നേഹത്തിനെ അളക്കുവാൻ ഒരു മനുഷ്യനും കഴിവില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പറയുന്നുണ്ട് ക്രിസ്തു സ്നേഹമാ, യേശു നമ്മളെ സ്നേഹിച്ചെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും, സ്തോത്രം, യേശുവിന്റെ സ്നേഹം അളക്കുവാനുള്ള കഴിവൊന്നും നമുക്കില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കഴിവിനൊന്നും ഹല്ലേലൂയ അളന്നാൽ തിട്ടപ്പെടുത്തിയാൽ തീരാത്തൊരു സ്നേഹത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കടൽ നമ്മുടെ കർത്താവിന്റെ ഉള്ളിലുണ്ട്. സ്തോത്രം. അങ്ങനെ കർത്താവുമായി കണക്ട് ആയി. എന്നാൽ എന്റെ കാര്യത്തിലൊക്കെയും ദൈവം എന്നോട് ചെയ്ത ഏറ്റവും വലിയ നീതി, എല്ലാം സ്പീഡിൽ നടക്കുവാൻ ഒരു ഒച്ച ഇഴയുന്ന രീതി എന്റെ ജീവിതത്തിൽ ഒരിക്കലും വന്നിട്ടില്ല. സ്തോത്രം. ഞാൻ അതിന് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കാരണം ഞാനും ഒരു വല്ലാത്ത ആവേശത്തിലായിരുന്നു. സ്തോത്രം. ഞാൻ ഈ ബൈബിൾ കിട്ടി, ഞാൻ ആരോടും പറഞ്ഞില്ല. ഒരു ദിവസം ഹസ്ബൻഡ് ഇല്ലാഞ്ഞ സമയത്ത് ഞാൻ പകൽ ഈ ബൈബിളുമായിട്ട് അകത്ത് കയറി ഇതുപോലൊരു മുറി അടച്ചിരുന്ന് ഞാൻ കരയാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ദൈവമുണ്ടോ? ഞാൻ ഇത്രയും നാളും ഭയപ്പെടുത്തുന്ന ഒരു ആളെയാണല്ലോ സേവിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു ദൈവമുണ്ട്, സ്നേഹിക്കുന്ന ദൈവം, സ്നേഹത്തോടെ പെരുമാറുന്ന, അടുത്ത് വന്നിരുന്ന് ചേർത്ത് പിടിക്കുന്ന, ഞാൻ കരയുമ്പോ കൂടെ കരയുന്ന അങ്ങനെയൊക്കെ ഒരു ദൈവമുണ്ടോ എന്ന ചോദ്യത്തിനകത്തൂടി ഞാൻ കടന്നു പോയപ്പോൾ, സ്തോത്രം, ഞാൻ റൂമിനകത്തിരുന്ന് ആരാധിക്കുവാൻ തുടങ്ങി. കേട്ട ചില പാട്ടുകളുടെയൊക്കെ അറ്റവും മുറിയൊക്കെ പാടി ആരാധിച്ചു. അതായിരുന്നു എന്റെ ആദ്യത്തെ ആരാധന. ഈ ചിലരൊക്കെ നമ്മുടെ ഹൈന്ദവ വീടുകളിലാണെങ്കിൽ
ആണെങ്കിലും ചിലര് കാണിക്കുന്ന കാര്യമാ, ശബരിമലയിലെ കാസറ്റ് ഇടും, അതിന്റെ ഇടയ്ക്ക് ചില ക്രിസ്തീയ ഗാനങ്ങൾ ഇടും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അതൊക്കെ എനിക്ക് അനുഗ്രഹമായി. ചില വരികളൊക്കെ എന്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്തോത്രം, ആ സമയത്ത് എനിക്ക് അറിയാവുന്ന ഒരു പാട്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാനത് കേൾക്കും. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ, ആര് മറന്നാലും മറക്കാത്തവൻ. ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു പാട്ട് ഞാനിതിങ്ങനെ പിന്നെയും പാടി, ഞാൻ നിന്നെ കൈവിടുമോ, അങ്ങനെയാണെങ്കിൽ എന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ഞാൻ ആ സമയത്ത് എന്റെ മുറിക്കകത്ത് ഒരാൾ വന്നത് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഫീൽ ചെയ്തു. എനിക്ക് തൊടാൻ മേല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ശ്വാസം എനിക്കറിയാം, മറ്റൊരാളുടെ സാന്നിധ്യം അവിടെ അറിയാം. ഞാൻ കണ്ണടച്ച് സംസാരിക്കുവാൻ തുടങ്ങി. എന്റെ അപ്പാ നീ എന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ടോ? എനിക്ക് നിന്നെ തൊടാൻ പറ്റുന്നില്ലല്ലോ, പക്ഷെ നിനക്ക് എന്നെ കാണാമോ? എനിക്ക് നിന്നെ കാണത്തില്ല. ഇങ്ങനെ ഒരു പൊട്ടിയെ പോലെ ഞാൻ സംസാരിച്ചു. എന്നാൽ ആ വിവശതയിൽ കർത്താവ് എന്നോട് ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, സ്നാനക്കുളം കാണുന്നതിന് മുന്നമേ കർത്താവ് എന്നെ അന്യഭാഷ കൊണ്ട് അഭിഷേകം ചെയ്തു. ഓ റിബാനാധിയാല ശംധരറിയ ഘടഘടഘട ഉദരമനമന മധ്യാലദീരി ശംധേരി ബാലബരബല ഓ ഹല്ലേലൂയ. പിന്നീട് ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്, അനേകർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ചോദിക്കുന്ന ഒരു വരമാന്യ ഭാഷ വരമാണ്. സ്തോത്രം. എന്നാൽ ഞാനൊരു 2-3 മണിക്കൂർ ആ റൂമിലിരുന്ന് ഈ ഭാഷയിൽ ആരാധിച്ച് എനിക്ക് പോലും അറിയത്തില്ല ഞാൻ എന്താ പറയുന്നതെന്ന്. സ്തോത്രം. എന്നാൽ ആ റൂമിനകത്ത് ഞാൻ ശക്തമായി സ്തോത്രം ദൈവസാന്നിധ്യം അനുഭവിച്ചു. കട്ടിലെ നിന്നെ തറയിലോട്ട് എടുത്തിടുന്നു, തറയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വീഴുന്നു, ഞാൻ ഇരിക്കുന്നു, ഓടുന്നു, പറക്കുന്നു. ഞാൻ ചില സമയത്ത് ആ റൂമിനകത്ത് സ്തോത്രം ഫാനിന്റെ ഉയരത്തോളം ഞാൻ പറന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവസാന്നിധ്യം എനിക്കൊരു ബലമായി തീർന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഭൂമിയെ ഭരിക്കുന്ന സകല ശക്തിക്കും മേളിൽ ഹല്ലേലൂയ അവൻ എന്റെ കൂടെ ഇറങ്ങി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് രാത്രി എന്റെ പ്രിയതമൻ വന്ന സമയത്ത് എന്റെ കൂട്ടുദാസനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു, നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ തീരുമാനം അറിയാതെ എനിക്ക് മുൻപോട്ട് ചലിക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്റെ ദൈവം വിശ്വസ്തൻ. സ്തോത്രം. ഒരു രാത്രി 12 മണി കഴിഞ്ഞ സമയത്ത് ശക്തമായിരുന്നു ഞാൻ അനുഭവിച്ച സകല കാര്യങ്ങളും. ഒരു കൊച്ചു കുഞ്ഞ് അംഗൻവാടി പോയിട്ട് വന്നിട്ട് അമ്മയോട് വിവരങ്ങൾ പറയുന്ന വിവിശതയോടെ ഞാൻ പറഞ്ഞു. സ്തോത്രം. എന്നാൽ ദൈവം എന്നോട് ചെയ്ത ഏറ്റവും വലിയ കൃപ, ആ രാത്രി കാലം സ്തോത്രം ഒരു പിഞ്ചു പൈതൽ ഒരു മാതാവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് പോലെ എന്റെ പ്രിയതമൻ എന്റെ കൂട്ടുദാസൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ നമുക്ക് ആ ദൈവം മതി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ ഒന്നിച്ച് കരം ചേർത്ത് അന്ന് വരെയും ഹല്ലേലൂയ സമുദായത്തിന് വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു വാദിച്ച ഒരു വ്യക്തി എന്റെ മുമ്പിൽ നിന്ന് ഏറ്റുപറയുമ്പോൾ, ഈ ദൈവത്തെ സ്വീകരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ ഹല്ലേലൂയ അത്ഭുതം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഞാനൊരു എതിർപ്പ് മാത്രം പ്രതീക്ഷിച്ച സംസാരിച്ചത്. സ്തോത്രം. എന്നാൽ എന്റെ ദൈവം കാണിച്ച വിശ്വസ്തത, അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തിലൊക്കെ കടന്നു വരാൻ തീരുമാനിച്ചു. എന്നാൽ ആദ്യമായി തന്നെ ഞാനിങ്ങനെ ഫോൺ എടുത്തിട്ട് ഞാനിങ്ങനെ പ്രയർ ചെയ്യുവാൻ എവിടെ പോകണം എന്നുള്ള കാര്യം, കാരണം ലോകമെമ്പാടും പള്ളികളുണ്ട്, എവിടെ പ്രാർത്ഥിക്കണം എവിടെ പോകണം ഒന്നും അറിയില്ല. എനിക്കന്നിങ്ങനെ പല വിഭാഗം പള്ളികളുണ്ടെന്നോ ഒന്നും അറിയില്ല. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് പാസ്റ്റർ ടിനു ജോർജ് എന്ന ആളുടെ ഒരു മെസ്സേജ് ഞാൻ കേൾക്കുവാൻ ഇടയായി. എന്നാൽ അത് ദൈവത്തിന്റെ മുഖാന്തരം, കാരണം ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നത് പോലെ നേർച്ച കാഴ്ച വഴിപാടുകളുള്ള ഒരു ചർച്ചിലേക്ക് വീണ്ടും ഞാൻ കണക്ട് ആവേണ്ടി വന്നേനെ. പക്ഷെ ദൈവം ഇടയാക്കാതെ ആ ദേവദാസിന്റെ ഒരു മെസ്സേജ് കേൾക്കുവാനും അതിലൊരു ഹൈന്ദവ വ്യക്തി സാക്ഷ്യം പറയുന്നത് കേൾക്കുവാൻ ഇടയായി. ഞാൻ അങ്ങനെ അതിന്റെ താഴെ ഒരു പ്രയർ ലൈൻ നമ്പറിലേക്ക് ഫോൺ ചെയ്യുന്നു. ചെയ്യുമ്പോൾ അത് കൊട്ടാരക്കര എവിടെയോ ഉള്ള ഒരു നമ്പറിലാണ് ചെല്ലുന്നത്. പക്ഷെ അവർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് സ്ഥലം? ഞാൻ പറഞ്ഞു കോട്ടയമാണ്. അങ്ങനെയാണെങ്കിൽ കോട്ടയത്ത് ഞങ്ങളുടെ ഒരു ആരാധന നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കോട്ടയത്ത് തന്നെ ഒരു ആരാധനാലയത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ പഠിപ്പിച്ച എല്ലാ വചനങ്ങളും ഞങ്ങൾക്ക് ബലമായി. എന്നാൽ ഒരു മാസം കഴിയുന്നതിന് മുന്നമേ ഒരു തീരുമാനത്തിൽ, സ്നാനം എന്ന തീരുമാനത്തിലേക്ക് ഞങ്ങൾ മനസ്സിലാക്കി അടുത്തു വന്നു. അപ്പോ അടുത്ത കടമ്പ വീട്ടിലിരിക്കുന്ന സകല വിഗ്രഹങ്ങളെയും നിലവിളക്കിനെയും ഒക്കെ എടുത്ത് കളയണമല്ലോ. സ്തോത്രം. നമ്മൾ അത്രയും നാളും ഭയന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് ഇതിന് വണങ്ങുന്നില്ലെങ്കിലും ഇത് നമ്മുടെ വീടിൽ അവിടെ ഇവിടെയായി എല്ലായിടത്തും ആധിപത്യത്തോടെ ഇരിക്കുക.
അങ്ങനെ രണ്ട് കാര്യമുണ്ട്. ചുറ്റിനുമുള്ളവർ ഇതെടുത്ത് കളയുമ്പോൾ അറിയും. കാരണം അയൽവക്കക്കാർ എപ്പോഴും വീട്ടിൽ വരികയും പോവുകയും ചെയ്യുന്നവരാണ്. നമ്മൾ അറയടച്ച് നിശബ്ദമായി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ റൂമിൽ നിന്ന് ഒച്ച കേൾക്കാതെ വണ്ണം പ്രാർത്ഥിക്കുന്നു. എന്നാൽ പോലും ഇതെടുത്ത് മാറ്റുമ്പോൾ ഇവരറിയും. കാരണം ഒരു ഹോള് നിറയെ രൂപങ്ങളാണല്ലോ, അത് മാറ്റുമ്പോൾ അറിയും. അങ്ങനെ ഞങ്ങൾ റൂമിനകത്ത് വന്ന് ഇതെങ്ങനെ എടുത്ത്. രണ്ടാമത്തെ കാര്യം, ഈ അധിപതി ശക്തികളെ എടുത്ത് മാറ്റുമ്പോൾ ഇതൊന്ന് ആഞ്ഞടിക്കുവാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ഹാളിനകത്ത് വന്ന് നിന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ഉപവാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിനകത്ത് ചോദിച്ചു, സ്തോത്രം, ഈ മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾക്ക് എന്ത് ശക്തി, നീ അധികാരത്തോടെ അതിനെ പെറുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം വീണ്ടും എന്നോട് ചോദിച്ചു, നീ മുറ്റത്ത് തുണി അലക്കുന്ന കല്ലിനേക്കാളും ഈ കല്ലിൽ കൊത്തിയ വിഗ്രഹത്തിന് എന്ത് യോഗ്യത. ഈ ബലത്തോടെ ഞാൻ 1-2 ബാഗുകളും ബിഗ് ഷോപ്പറുകളും ഒക്കെ എടുത്തിട്ട് ഒന്നൊന്നായി ആണികളിൽ നിന്ന് പറിച്ചു വിഗ്രഹങ്ങളെ ഇളക്കി സകല സാധനങ്ങൾ, പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ പല ബിഗ് ഷോപ്പറിലാക്കി. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, ബൈക്ക് എടുക്ക്, നമുക്ക് കൊണ്ടുപോയി ഇത് കളയാം. അടുത്ത ചോദ്യം, ഇതും കൊണ്ട് ഇറങ്ങി പോകുമ്പം തൊട്ട് വീടുകളാണ്, ഇവരിതെല്ലാം കാണും. സ്തോത്രം. എന്റെ ഉള്ളത്തിലൊരു ചോദ്യം, സ്തോത്രം, ഇവര് കാണട്ടെ, ഇവര് കാണണമല്ലോ. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, ഒളിക്കാതെ മറയ്ക്കാതെ ഈ രൂപങ്ങളുമായി ഞങ്ങൾ പോയി. സ്തോത്രം. വേസ്റ്റുകൾ ഒഴുക്കി വിടുന്ന ഒരു സ്തോത്രം തോട്ടിലേക്ക് ആരെയും ഒളിക്കാതെ ഓരോന്നായി ഒഴുക്കി വിടുവാൻ സ്തോത്രം ഇടയായി. സ്തോത്രം. അങ്ങനെ സ്തോത്രം വലിയൊരു വിടുതൽ. അതുപോലെ ഓം എന്ന പേര് എഴുതി ഒരു താലിയായിരുന്നു അന്നെന്റെ കഴുത്തിൽ. ഒരു ശങ്കയുമില്ല. സ്തോത്രം. കൊളുത്തൂരി. സ്തോത്രം. ഈ താലി എഴുതിയ ഈ സാധനം സ്വർണമാ. ചിന്തിക്കുമ്പോൾ കൊടുത്ത പൈസ കിട്ടുമല്ലോ എന്നൊക്കെ. പക്ഷെ അതിലെഴുതിയ വസ്തുവിനോട്, അതിലെഴുതിയ കൊത്ത് പണിയോടുള്ള സ്തോത്രം എതിർപ്പ് മുഖാന്തരം എറിഞ്ഞു കളയുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. സ്തോത്രം. അങ്ങനെ വീട് ശുദ്ധീകരിച്ചു. ഞങ്ങൾ വീട് നന്നായിട്ടൊന്ന് കഴുകി. ഹല്ലേലൂയ. സ്തോത്രം. ആ വീടിനകത്ത് ഞങ്ങൾ പറഞ്ഞു, വി വെൽക്കം യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ അവിടേക്ക് വെൽക്കം ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം. വർഷങ്ങൾക്കിപ്പുറവും ഞങ്ങൾ ഏത് കാരാഗ്രഹത്തിൽ ഇരുന്നാലും, ഏത് കൂരിലുള്ള താഴ്വരയിൽ ഇരുന്നാലും, സ്തോത്രം, വി വെൽക്കം യു ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ അശുദ്ധമായത് മാറിപ്പോകാറുണ്ട്. സ്തോത്രം. ഞങ്ങൾക്ക് ഏറ്റവും ബലം അവിടെ അനുഭവിക്കുവാൻ സാധിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങള് കുറച്ച് ശബ്ദമായിട്ടൊക്കെ ആരാധന തുടങ്ങി, ഉറക്ക ബൈബിള് വായന തുടങ്ങി, പരസ്പരം പ്രവചിക്കുവാൻ തുടങ്ങി, പരസ്പരം ചിലതിനെ ദേശത്തുള്ള ചിലതിനോട് കൽപ്പിക്കുവാൻ ദൈവം ഹല്ലേലൂയ പറഞ്ഞപ്പോൾ ചില ദേശാധിപതി ശക്തികളോട്, സ്തോത്രം, എൻ്റെ ഭർത്താവിന്റെ അമ്മ അടക്കം അവിടെ അനേക പേര് ആത്മഹത്യ ചെയ്ത ഒരു ദേശത്തായിരുന്നു നമ്മൾ നിന്നത്. അങ്ങനെ ആ ദേശത്തിൽ വാഴുന്ന ചില ദേശാധിപതി ശക്തികളെ നമ്മളെ എതിർത്ത് പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം കൃപ തന്ന്. സ്തോത്രം. അങ്ങനെ ആ ദേശത്ത് നമ്മള് ഒരു ദൈവം നട്ട ഒരു കുടുംബമായി നിൽക്കുമ്പോൾ തന്നെ ഒരു പൈശാചിക ശക്തി, അതിന് വിരോധമായി പല വ്യക്തികൾ, അതിന് വിരോധമായി പല കർമ്മങ്ങളിലൂടെ കടന്നുപോയി. നമ്മുടെ കുടുംബക്കാരൊക്കെ കടന്നുപോയി. അങ്ങനെ നമുക്ക് വേണ്ടി പ്രതികൂലങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങി. എല്ലാവരും പ്രതികൂലമായി മാറി. മാതാപിതാക്കൾ സംസാരിക്കാതെ, എൻ്റെ മാതാപിതാക്കൾ പൂർണ്ണമായി അകന്നു. ഇദ്ദേഹത്തിന്റെ പിതാവും രണ്ടാനമ്മ മക്കൾ എല്ലാവരും പ്രതികൂലമായി. തൊട്ടടുത്ത ഭവനത്തിൽ അവരുണ്ട്. അവരെ വാക്കുകൊണ്ട് ഏറ്റവും മുറിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സമയത്ത് ഒരു ദിവസം, സ്തോത്രം, ഞാനും ഭർത്താവും നമ്മുടെ ഒരു തോട്ടിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്, ഒരു കാട് ഉള്ള ഒരു വഴിയാണ്. വഴിയിൽ കൂടി കടന്നു പോകുന്ന സമയത്ത്, സ്തോത്രം, ഇവര് ശാരീരികമായി നമ്മളെ അറ്റാക്ക് ചെയ്യുവാൻ ഇടയായി. സ്തോത്രം. ഇദ്ദേഹത്തിന്റെ ആ സഹോദരൻ അറ്റാക്ക് ചെയ്യുവാനും 1-2 പേരെ കൂട്ടി അറ്റാക്ക് ചെയ്യുവാനും എൻ്റെ വാരിയെല്ലിന് 4 പൊട്ടൽ അതിന് മൂലം ഉണ്ടാകുവാനും ബോധം പോകുവാനും ഇടയായി. സ്തോത്രം. എന്നാൽ എൻ്റെ ദൈവം വിശ്വസ്തനാകിയാൽ, സ്തോത്രം, പോലീസ് വന്നാണ് നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. കാരണം മരിച്ചുപോയെന്ന് വിചാരിച്ചു. സ്തോത്രം. സ്തോത്രം. അവൻ നമ്മുടെ അസ്ഥികളെ ഹല്ലേലൂയ പുതുക്കുന്ന ഒരു ദൈവമാണെന്നും ഉണങ്ങിയ അസ്ഥിയെ സൈന്യമാക്കുന്നവനാണെന്നും ലോക മനുഷ്യൻ അറിയുന്നില്ല, പക്ഷെ നമ്മൾ അറിയുന്നു. സ്തോത്രം. ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന സമയത്ത് എൻ്റെ എക്സ്റേ റിപ്പോർട്ട് വരുമ്പോൾ 4 റിബ് പൊട്ടി എന്ന് പറയുന്നു. എന്നാൽ ഞാനൊരു സാക്ഷ്യം പറയാം. എൻ്റെ 4 റിബ് പൊട്ടി എന്ന ഇന്നും എൻ്റെ കയ്യിൽ ആ പേപ്പറുകളും എൻ്റെ എക്സ്റേയും ഒക്കെ ഞാൻ സൂക്ഷിക്കുന്നു. നാളെ അനേകർക്ക് കാണുവാൻ ഇതൊരു സാക്ഷ്യമാണ്. കാരണം എൻ്റെ 4 റിബ് പൊട്ടി എന്ന് ഡോക്ടർ, ഏറ്റവും വലിയ പ്രൊഫസർ സാക്ഷ്യപ്പെടുത്തിയപ്പോഴും എൻ്റെ റിബിൽ ഞാൻ പെയിൻ അനുഭവിച്ചിട്ടില്ല.
ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരു പെയിനും അനുഭവിച്ചിട്ടില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും അത് ഓർക്കുവാനിടയായി. കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരൊറ്റ ഇൻസിഡന്റോട് കൂടി ഞങ്ങളെ ഫിസിക്കലി ഉപദ്രവിക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് അവർ പൂർണ്ണമായി പുറകോട്ട് പോകുവാൻ കാരണമായി. കാരണം ഇവര് പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വ്യക്തി 10 ദിവസം ജയിലിനകത്ത് റിമാൻഡിലായി. അതോടുകൂടി ഒരാളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചാൽ വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ള ഒരു ചിന്തയിലേക്ക് അദ്ദേഹം കടന്നു പോകുവാൻ ഇടയായി. അതുകൊണ്ട് പിന്നീട് നമ്മളെ ഫിസിക്കലി ഉപദ്രവിക്കണമെന്നുള്ളൊരു തീരുമാനം പിശാച് അവനിൽ പ്രവർത്തിക്കാൻ ഇടയാകാതെ വന്നതിനാണ് നമ്മൾ ഈ ഒരു ശോധനയിൽ കൂടി കടന്നുപോയത്. എന്നാൽ ഞാൻ ഡിസ്ചാർജായി 6ാമത്തെ ദിവസം ഡിസ്ചാർജായി മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ നേരെ വന്നത് എൻ്റെ വീട്ടിലേക്കല്ല, സബ് ജയിലിൽ ഹാലലിയ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്ത് എന്നെ അടിച്ച, എൻ്റെ ഭർത്താവിനെ അടിച്ച് ചതച്ച ഈ വ്യക്തിയെ, ഈ സഹോദരനെ കാണുവാൻ ഞാൻ ടോക്കൺ എടുത്ത് കാത്തു നിന്ന് ഈ ജയിലിനകത്ത് കടന്നു ചെല്ലുവാൻ ഇടയായി. സ്തോത്രം. ഹാലലിയ. ഞാൻ ആ സഹോദരനെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ, നീ ചെയ്തത് എന്താണെന്ന് നിനക്കിപ്പോ അറിയത്തില്ലെങ്കിലും നീ ഒരു നാൾ നീ ക്രിസ്തുവിനെ അറിയും. അന്ന് സ്തോത്രം ഹാലലിയ നീ ഇത് ഏറ്റു പറയും. ഞാൻ അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നീ തല്ലിപ്പൊട്ടിച്ചത് നിന്റെ സഹോദരിയുടെ ഹാലലുയ എല്ലുകളല്ലേ, ഞാൻ നിന്നോട് ക്ഷമിച്ചു, കർത്താവ് നിന്നോട് ക്ഷമിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. അനേക വർഷങ്ങൾ ഈ കേസ് ഇങ്ങനെ നിലനിന്നു. അവൻ 10 ദിവസം കഴിഞ്ഞപ്പോൾ ജയിലിൽ നിന്ന് പുറത്തു വന്നെങ്കിലും ആ കേസ് ഇങ്ങനെ നീണ്ടു പോയി. ലാസ്റ്റ് എനിക്കൊരു സമൻസ് വന്ന് കോടതിയിൽ നിന്ന്. ഇത്ര വലിയ ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഞാൻ മൊഴി പറയാൻ ചെല്ലുന്നില്ല. അപ്പം സ്ത്രീകളെ ഉപദ്രവിച്ചത് ഒരു വലിയ തെറ്റായതുകൊണ്ട് ഞാൻ മൊഴി പറയാൻ ചെല്ലണം എന്ന് പറഞ്ഞു. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ദൈവം എന്നോട് സംസാരിച്ചു, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ 7 അല്ല 70 വട്ടം അവനോട് ക്ഷമിക്കണമെന്ന്. സ്തോത്രം. ഹാലലൂയ. ഞാൻ കോടതി മുറിയിൽ കയറി നിൽക്കുമ്പോൾ എനിക്ക് നേരെ എതിരായി നിന്ന ഹാലലൂയ സഹോദരൻ ഹാലലൂയ എന്നെ വളരെ പുച്ഛത്തോടെ സ്തോത്രം ഹാലലൂയ വളരെ ഒരു സ്തോത്രം തരം താഴ്ത്തിക്കൊണ്ട്, ഞാൻ നിന്നെ ഉപദ്രവിച്ചു, ഇത്രയും നാള് കഴിഞ്ഞിട്ട് നീ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വന്ന് നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്തോത്രം ഈ സഹോദരന്റെ വക്കീൽ അവനോട് പറഞ്ഞു, നീ ആ പെങ്ങളോട്, നീ നിന്റെ ചേട്ടന്റെ വൈഫിനോട് നീ ഒന്ന് മാപ്പ് പറഞ്ഞു തരും. കാരണം അവൾ ഒരു വാക്ക് പറഞ്ഞാൽ, പോലീസുകാരെ തല്ലിയ വടി വരെയും സമർപ്പിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ അവൾ ഒരു വാക്ക് പറഞ്ഞാൽ നീ മിനിമം ഒരു 5 വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്നാൽ സ്തോത്രം ഈ സഹോദരൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയി മൊഴി പറ, ജയിലിനകത്ത് നല്ല ഭക്ഷണവും ടിവിയും ഒക്കെ ഉണ്ട്, ഞാൻ നല്ല സുഖമായിട്ട് അവിടെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. സ്തോത്രം. അനുതാപമില്ലാത്ത ഹൃദയങ്ങളെ കർത്താവ് സ്തോത്രം തൊടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം ഞാൻ ഹാലലൂയ കോടതി മുറിക്കകത്ത് കയറി നിൽക്കുമ്പോൾ എന്നോട് ജഡ്ജി ചോദിച്ചു, സ്തോത്രം 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇൻസിഡന്റ് നിങ്ങൾ ഇതുവരെയും ഇവിടെ വന്നില്ല. ഞാൻ പറഞ്ഞു, എന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വരാൻ സാധിച്ചില്ല. ഈ കൂട്ടിൽ നിൽക്കുന്ന വ്യക്തി നിങ്ങളെ ഉപദ്രവിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പറഞ്ഞു, സഹോദരനെ കുറ്റം വിധിക്കുവാൻ എനിക്ക് അധികാരമില്ല. സ്തോത്രം. ഞാൻ ഹാലലൂയ കളവ് പറയുവാനും കഴിയത്തില്ല, സഹോദരനെ ഹാലലൂയ കുറ്റം ചുമത്തുവാനും കഴിയത്തില്ല. ദൈവത്തിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവെ ഞാൻ പറയുന്ന വാക്ക് ഇവിടെ സ്വീകരിക്കപ്പെടണം എന്ന് പറഞ്ഞ് ഞാൻ ഹാലലൂയ ജഡ്ജിയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, സാറേ ഇതെന്റെ സഹോദരന്റെ അനിയനാണ്, ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവൻ എന്നെ ഉപദ്രവിച്ചെന്നും ഉപദ്രവിച്ചില്ലെന്നും ഞാൻ പറയാതെ ഇതെന്റെ സഹോദരനാണെന്ന് പറഞ്ഞു. സ്തോത്രം. ആ ജഡ്ജിയുടെ കണ്ണുകൾ ചുമക്കുന്നത് ഞാൻ അക്ഷരാർത്ഥത്തിൽ കണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി എന്നെ ഉപദ്രവിച്ചത് ഈ വ്യക്തിയാണെന്നും ഞാൻ അവന് നേരെ ഹാലലിയ സഹായമായി മറുപടി പറയുന്നതാണെന്ന് മനസ്സിലായിക്കൊണ്ട് എന്നോട് ചോദിച്ചു, ഇവനെതിരെ താങ്കൾക്കൊന്നും പറയുവാനില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ പറഞ്ഞു, സാറേ ഇതെന്റെ കൂടപ്പിറപ്പാണെന്ന്. സ്തോത്രം. എന്നോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ആ കേസ് തള്ളിപ്പോയി. എന്നാൽ ഞാൻ വെളിയിൽ വരുമ്പോൾ എനിക്ക് ഹാലലൂയ വിരോധമായി നിന്ന ഈ സഹോദരന്റെ വക്കീല് സ്തോത്രം അവനോട് എന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, മോനെ ഒരു ദിവസം നീ ഈ പെങ്ങളുടെ ഈ ദാസിയുടെ സ്തോത്രം ഹാലലൂയ കണ്ണുനീരിനൊരു മറുപടി പറയേണ്ട ദിവസം വരുമെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോഴും ഈ സഹോദരൻ വളരെ പുച്ഛത്തോടെ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു, നീ എന്നെ ഹാലി വെറുത്താലും നീ എന്റെ കൂടപ്പിറപ്പ, എന്റെ കൂട്ടുദാസന്റെ സഹോദരനായ നിനക്ക് വേണ്ടി ഞാൻ ഉള്ള കാലത്തോളം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിയുവാനിടയായി. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ
കുറച്ചു കാലം കഴിഞ്ഞ് അവിടെ വളരെ പ്രതിരോധം നമുക്കെതിരെ എല്ലാവരും ശക്തമായി നിൽക്കുകയും അവിടെ വല്ലാത്തൊരു അന്തരീക്ഷം രൂപപ്പെടുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ദൈവശബ്ദം കേട്ടു. ഒരു ദേവദാസൻ ഞങ്ങളോട് പറഞ്ഞു, ആ ദേശം വിട്ട് ഓടുവാൻ ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്നു. നിങ്ങൾക്ക് തയ്യാറെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായി വെച്ച ഭവനം ആണ്, അത് നിങ്ങൾക്ക് നിൽക്കാം, നിങ്ങളുടെ തീരുമാനം എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അബ്രഹാമിനെ പോലെ ഇറങ്ങിപ്പോകുവാൻ ഒരു ആഹ്വാനം തന്നു. ഞങ്ങൾ സ്വന്തമായി ഹാലിന്റെ ഭർത്താവ് വർഷങ്ങളായി കഷ്ടപ്പെട്ട ഉണ്ടാക്കി സകല ഗേറ്റ് വരെയും വെച്ച ഒരു പുതിയ ഭവനമായിരുന്നു. എന്നാൽ ഞങ്ങൾ സ്തോത്രം ആരോടും പരാതി പറയാതെ സ്തോത്രം ഈ തറവാട് വീട്ടിൽ താമസിക്കുന്ന, ഞങ്ങളെ ഉപദ്രവിച്ച ഈ സഹോദരൻ അടക്കം താമസിക്കുന്ന ആ കുടുംബത്തോട് ഈ പുതിയ വീട് നിങ്ങൾ താമസിച്ചോളാൻ ഒരു ആഹ്വാനം കൊടുത്ത് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുവാൻ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു. കാരണം എനിക്കൊരു വിശ്വാസമുണ്ട്, നമ്മൾ കർത്താവിന് വേണ്ടി കർത്താവിന്റെ ശബ്ദം കേട്ട് ചിലത് വിട്ടിറങ്ങി വന്നാൽ സ്തോത്രം നീ കെട്ടാത്ത വീട്ടിൽ പാർക്കും, നീ കുത്താത്ത കിണറ്റിൽ നിന്ന് കുടിക്കും. എന്റെ ദൈവം എന്നോട് സംസാരിച്ച വാക്കുകളാണ്. ഞങ്ങൾ അങ്ങനെ അനേക വർഷങ്ങൾ വാടക വീടുകളിൽ താമസിച്ചു. എല്ലാ വീടുകളിൽ താമസിക്കുമ്പോഴും ഇങ്ങനെ ഒരു സമുദായം വിട്ട് വിശ്വാസത്തിൽ ഇറങ്ങിയ ഞാൻ ഒരുപാട് സ്തോത്രം അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. അനേക ഇടങ്ങളിൽ ഓണർമാര് മാറണമെന്ന് ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം എന്റെ അന്യഭാഷയിലുള്ള പ്രാർത്ഥന ഞാൻ ഹാലലി അറബിയിലൊക്കെ പ്രാർത്ഥിക്കുകയാ. അതെന്താണെന്ന് അവർ ഭയന്ന പല അവസരങ്ങളുണ്ട്. എന്നാൽ സ്തോത്രം പല സമയങ്ങളിലും ഒരു തവണ ഒരു കോവിഡിന്റെ സമയത്ത് ഒരു ഹൗസ് ഓണർ ആന്റി പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചുറ്റിനുമുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, എല്ലാവരും ഹൈന്ദവരാണ്, അവര് പറയുന്നു അവർ ലക്ഷങ്ങൾ മുടക്കി ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ചില ആരാധനകൾ ഫലിക്കുന്നില്ലെന്ന്. സ്തോത്രം യേശുവിന്റെ നാമത്തിന്റെ ജയം. സ്തോത്രം നമ്മൾ ഹാലലൂയ ഒരു പൊട്ടനെ പോലെ പായിലിരുന്ന് കരയുമ്പോൾ അവർ ലക്ഷങ്ങൾ മുടക്കി അവരുടെ മൂർത്തിയെ വിളിക്കുമ്പോൾ മൂർത്തി അവിടെ ഇല്ലെന്ന് ദേവപ്രശ്നത്തിൽ കാണുന്നെന്നും ഹാലൽ നമ്മുടെ ദൈവം ആരാന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്തോത്രം അങ്ങനെ വന്ന ഒരു ദിവസം ഒരു ഓണർ ആന്റി പറയുമ്പോ സ്തോത്രം ഞാൻ പറഞ്ഞു, ആന്റി ഈ കോവിഡിന്റെ സമയമാ, അന്ന് ഞങ്ങളുടെ ചെറിയ കുഞ്ഞാ സ്തോത്രം ഹാലലൂയ, അവൻ ഇപ്പോൾ 6 വയസ്സുണ്ട്, അന്ന് അവന് അത്രയും ഏജ് കുറവാ, ഞങ്ങൾ ഈ പൊടി കുഞ്ഞുമായിട്ട് പോകണമെന്നാണ് ആന്റി പറയുന്നതെങ്കിൽ സ്തോത്രം ഞാൻ പോകാൻ തയ്യാറാ. പരിശുദ്ധാത്മ എന്റെ ഉള്ളത്തിൽ, ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ലെന്ന് അങ്ങേക്കറിയാം. അങ്ങ് ഈ വ്യക്തിയുടെ ഹൃദയത്തോട്, രാജാവിന്റെ ഹൃദയത്തെ നീർത്തോട് പോലെ ഒഴുക്കി ഞങ്ങൾക്ക് അനുകൂലമാക്കണമേ എന്ന് പറഞ്ഞു. ഞങ്ങളെ ഇറങ്ങണമെന്ന് പറയാൻ വന്ന വ്യക്തി ആ റൂമിനകത്തിരുന്ന് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആന്റി പോകാൻ പറയാനാ വന്നതെന്ന് എനിക്കറിയാം, ആന്റി ഇറക്കി വിട്ടാൽ ഞാൻ ഏതെങ്കിലും ഒരു വെയിറ്റിംഗ് ഷെഡിൽ പോയി ഞങ്ങൾ 3 പേരും ഇരിക്കും. എന്നാലും ഞാൻ ഒരു കാര്യം ആന്റിയോട് പറയാം, ഞാൻ ആ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നും എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കും. കാരണം സ്തോത്രം ഹല്ലേലൂയ, എനിക്ക് ഒരു ഷെൽട്ടർ ഉണ്ടെങ്കിലും ഷെൽട്ടർ ഇല്ലെങ്കിലും ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കും. കാരണം ഞാൻ ആന്റി ഒരു മനുഷ്യൻ പറഞ്ഞിട്ട് വിശ്വാസത്തിൽ വന്നതല്ല, ദൈവം നേരിട്ട് ഇറങ്ങിയതാ. സ്തോത്രം ഞാൻ പറയട്ടെ, എന്റെ സാക്ഷ്യം പറയട്ടെ, ആ ഇറങ്ങണമെന്ന് പറഞ്ഞ വ്യക്തി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ റൂമിലിരുന്ന് അവരുടെ 18ാമത്തെ വയസ്സ് തൊട്ട് 50ാമത്തെ വയസ്സ് വരെ അനുഭവിച്ച ദുരനുഭവങ്ങൾ എന്റെ മുമ്പിൽ ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞു പറയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് എന്നോട് പറയുവാനും തക്കവണ്ണം സ്വർഗം ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി. ഹല്ലേലൂയ. എന്നിട്ട് ആ വ്യക്തി എന്നോട് പറഞ്ഞു, മോളെ ഞാൻ വെളിയിൽ ഇറങ്ങുകയാണ്, ഞങ്ങളുടെ ബന്ധുക്കളോട് ഞാൻ പറയും നിങ്ങളോട് മാറാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കോവിഡ് കഴിഞ്ഞേ മാറാവുള്ളൂ എന്ന്, കോവിഡ് കഴിഞ്ഞേ മാറ്റാൻ പറ്റുള്ളൂ എന്ന് പോലീസ് അധികാരികൾ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുത്തെന്ന് ഞാൻ തൽക്കാലം അവരോട് പറയുക. എന്നിട്ട് ആന്റി ഒരു വാക്ക് പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് എന്ന് സ്വന്തമായ ഒരു ഭവനം ഉണ്ടാകുന്നു അന്ന് വരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. സ്തോത്രം. അവര് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വാവിട്ട് കരഞ്ഞു. ഞാൻ എന്റെ അപ്പനോട് ചോദിച്ചു, ഇത് സർവ്വതും അപ്പ ചമച്ചതല്ലേ? സ്തോത്രം. എനിക്ക് തരാൻ 1 സെന്റ് മണ്ണ് അപ്പന്റെ കയ്യിലില്ലേ എന്ന് ഞാൻ ചോദിച്ചു. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം, 2022 അവസാന സമയത്ത് എന്റെ കർത്താവ് എനിക്ക് 5 സെന്റ് സ്ഥലം ദാനമായി തരുവാനിടയായി. സ്തോത്രം. സ്വന്തമായി വെച്ച ഭവനവും അതിന്റെ കടങ്ങളും നിലനിൽക്കെ സ്തോത്രം ഒരു 5 സെന്റ് സ്ഥലം ഞങ്ങൾ വിട്ടേച്ചു പോന്ന ദേശത്ത് തിരിച്ചു കൊണ്ടുവന്ന് തരുവാൻ എന്റെ കർത്താവ് ഹല്ലേലൂയ അത്ഭുതം ചെയ്തു. നമ്മുടെ കണ്ണുനീര് കണ്ടാൽ അതിനെ മറികടന്ന് പോകാത്തൊരു ദൈവം നമുക്കുണ്ട്. നമുക്കൊരു വിശ്വാസം വേണം. സ്തോത്രം. ഈ ഭൂമിയിൽ ആര് കൂടെ ഇല്ലെങ്കിലും, ആരെന്നെ കണ്ടില്ലെങ്കിലും, ആരെന്നെ കേട്ടില്ലെങ്കിലും എന്റെ അപ്പനെന്റെ ശബ്ദം കേൾക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മുറിക്കകത്തിരുന്ന് എന്റെ കുഞ്ഞ് പല ആഹാര സാധനങ്ങൾക്ക് വേണ്ടി കരഞ്ഞ സമയത്ത്
സമയത്ത്, അവൻ വാശി പിടിച്ച സമയത്ത് ഞാൻ എൻ്റെ മുറിക്കകത്ത് കയറിയിട്ട് നിസ്സാരപ്പെട്ട സാധനങ്ങൾ, പക്ഷെ എൻ്റെ കയ്യിൽ ആ സമയത്ത് അതിനുള്ള നന്മയില്ല. കാരണം ഞാൻ പല രോഗത്തിൽ കൂടി കടന്നുപോയി. എന്നാൽ ഞാൻ എൻ്റെ അപ്പ ഇന്ന ആഹാരം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ആ ദിവസം തന്നെ ഒരാൾ എൻ്റെ വീട്ടിനകത്ത് അവര് മേടിച്ചത് എക്സ്ട്രാ വന്നിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് കൊണ്ട് തരണമെന്ന് തോന്നിയിട്ടോ പല ഹല്ലേലൂയ സഹോദരിമാർ ഇങ്ങോട്ട് വന്ന് പലതും തന്ന അനുഭവങ്ങൾ, അനേക അനുഭവങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ കോവിഡിന്റെ ആ ടൈമിൽ അവിടെ നിന്നു. ഒരു ചില ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായി. ഒരു ജാതീയ മണ്ഡലത്തിൽ നിന്ന് ഒരു വ്യക്തി ഒരു 5 സെന്റ് സ്ഥലവും അവരെ വെച്ച ഒരു വീടും അത് നമ്മളോട് പറയുന്ന അവര് അത് കൊടുക്കുകയാണ്. പക്ഷെ അവര് വെച്ച ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ അവര് നമുക്ക് ഈ വസ്തു പൂർണ്ണമായിട്ട് തീരാധാരം ചെയ്തു തരും. നമ്മളിത് കോർപ്പറേറ്റീവ് ബാങ്കിൽ വെച്ചിട്ട് ലോൺ പാസ്സായിട്ട് അവർക്ക് പൈസ കൊടുത്താൽ മതി. ഒരു വെള്ള പേപ്പറിൽ പോലും ഒരു എഗ്രിമെന്റ് വെക്കാതെ. സ്തോത്രം, 1 രൂപ നമ്മൾക്ക് ഹല്ലേലൂയ ബാധ്യത വേറെ കൊടുക്കാനില്ലാതിരുന്നിട്ടും ഒരു ദൈവം അവരുടെ ഹൃദയത്തെ ഹല്ലേലൂയ ഇടപെട്ട് അവര് നമുക്കത് പൂർണ്ണമായി തീരാധാരം ചെയ്ത് ഇത് കോർപ്പറേറ്റീവ് ബാങ്കിൽ വെച്ച് വീണ്ടും 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഈ വസ്തുവിന്റെ പണം അവരുടെ കയ്യിലെത്തുന്നത്. ഒരു സ്വന്തം സഹോദരങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. ദൈവം നമ്മൾ ചിന്തിക്കുന്നതല്ല ദൈവത്തിന്റെ വഴി. സ്തോത്രം. എന്റെ ദൈവമേടെ എൻ്റെ ഹസ്ബൻഡ് താനെ എന്ന് പറയുന്നത് പോലെ നിന്ന് കുത്തിയ ഒരു കിണറായിരുന്നു നമ്മുടെ സ്വന്തം വിട്ടേച്ചു പോകുന്ന ഭവനത്തിലുള്ളത്. പക്ഷെ ആ കിണറിനകത്ത് 6 മാസമേ വെള്ളമുള്ളായിരുന്നു. ആ വലിയൊരു കിണർ കുത്തി അദ്ദേഹം ഒരു കൂട്ടുകാരനും കൂടെ. പക്ഷെ അതിൽ 6 മാസം വെള്ളമുണ്ട്, 6 മാസം വെള്ളമില്ല. പക്ഷെ സ്തോത്രം, ഇപ്പോൾ നമ്മൾ ഈ വന്നിരിക്കുന്ന ഈ താമസിക്കുന്ന ഭവനത്തിനകത്ത് നീ കുത്താത്ത ഒരു കിണറിലെ വെള്ളം, പക്ഷേ 12 മാസവും വറ്റാത്ത ഉറവ തുറന്നൊരു വെള്ളമുള്ള കിണർ നമ്മുടെ ഭവനത്തിനകത്ത് ഇപ്പോൾ താമസിക്കുന്ന ഭവനത്തിലുണ്ട്. നീ കഷ്ടപ്പെട്ട് കുത്തിയ കിണറ്റിന് 6 മാസമേ വെള്ളമുള്ളൂ. നിന്റെ കൈ തൊടാത്ത, നീ അധ്വാനിക്കാത്ത കിണറ്റിലെ വെള്ളം നീ 12 മാസവും ശ്രേഷ്ഠമായി കുടിക്കും. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ പരിമിതികളില്ല. സ്തോത്രം, നമ്മുടെ ചിന്തയ്ക്കകത്ത് ആ ദൈവത്തിന് പരിമിതികൾ ഇടുന്നത്. സ്തോത്രം, അനേക സാക്ഷ്യങ്ങൾ എൻ്റെ കർത്താവിനെ കുറിച്ച് എനിക്ക് പറയുവാനുണ്ട്. പക്ഷേ സ്തോത്രം, എൻ്റെ ഹസ്ബൻഡിന്റെ വാഹനം ഒരിക്കൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു വഴിയിൽ ഇങ്ങനെ ഒരാള്, ഒരു ഷുഗർ പേഷ്യന്റ് വെയിൽ കണ്ടിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണ് ഇങ്ങനെ മങ്ങിപ്പോയി. ഒരു ഓട്ടോ തകിടം മറിഞ്ഞു വീണു. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് ഇത് പെട്ടെന്ന് ഒരു ലോറിയിൽ പോകുമായിരുന്നു. അദ്ദേഹം ലോറി ഒരു സൈഡിൽ നിർത്തിയിട്ട് ഇദ്ദേഹത്തെ പോയി ഈ ഓട്ടോ നേരെ ആക്കി ഹെൽപ്പ് ചെയ്ത്. അപ്പൊ ഓട്ടോ കുറേ ഡിസ്ട്രോയ് ആയി. അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്ത് വീട്ടിൽ അയച്ചു. എന്നാൽ അന്ന് സന്ധ്യയായപ്പോ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കേസ് വരുന്നു. അദ്ദേഹത്തിന്റെ ലോറി ഇടിച്ചിട്ടാണ് ഈ ഓട്ടോ മറിഞ്ഞത് എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ ഇതൊരു കൂടി ആലോചിച്ചിട്ട് ഈ ഓട്ടോറിക്ഷ ഓടിച്ച ആളും മറ്റുള്ളവരുടെ അടുത്തൊരു തീരുമാനമായിരുന്നു. കാരണം ആ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പണിയാനുള്ള ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ ഇത് കയ്യിൽ നിന്ന് പൈസ മുടക്കി പണിയുന്നതിന് നല്ലത് ആരും ചോദിക്കാനില്ലാത്ത 2 അനാഥ പിള്ളേരും ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ഇവരോടൊരു ആഹ്വാനം ചെയ്താൽ ഇവർ പൈസ ഉണ്ടാക്കി തരേണ്ടി വരും. പക്ഷെ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാ. നമ്മളെ ആരെയും എവിടെയും പിശാച് കുരുക്കിയിടാൻ നമുക്ക് നേരെ പിശാച് ഒരു പദ്ധതിയും കൊണ്ട് വന്നാൽ നമുക്ക് മുമ്പേ നമ്മുടെ അപ്പം മുമ്പിൽ ഇറങ്ങും. സ്തോത്രം. ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ RT ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ലൈസൻസ് 6 മാസത്തേക്ക് റദ്ദ് ചെയ്യാൻ പോകുകയാ. ഈ ഓട്ടോ പണിയാനുള്ള പൈസ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഒരു ക്യാമറ ഇല്ലാത്ത സ്ഥലമാ, ഇത് തെളിയിക്കാൻ ആരുമില്ല. എന്നാൽ സ്തോത്രം, ഞാൻ RD ഓഫീസിൽ ചെല്ലുമ്പോൾ അതിന്റെ പുറകിൽ, ഏറ്റവും പുറകിൽ, ആ കളക്ടറേറ്റിന്റെ ബാക്കിൽ ഒരു വേസ്റ്റ് കൂമ്പാരത്തിന്റെ സൈഡിൽ ഞാൻ മുട്ട നിന്നിട്ട് പറഞ്ഞു, നീ ഇറങ്ങി വരാതെ എനിക്ക് നീതി നടക്കാൻ പറ്റത്തില്ല. എനിക്ക് സഹായിക്കാൻ അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല. പക്ഷെ ഞാൻ ഈ RTOയെ കാണാൻ കയറി പോവുകയാ. സ്തോത്രം, സ്തോത്രം. ഇതിനകത്ത് ഞാൻ കയറുന്നതിന് മുന്നേ എനിക്കൊരു നീക്കുപോക്ക് നീ ചെയ്തു തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ എൻ്റെ അപ്പനോടൊരു മകൾ പറയുന്ന അവകാശത്തോടെ പറഞ്ഞു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, സ്തോത്രം, ഞാൻ ആ റൂമിൽ കയറുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ കൂടെ പഠിച്ച ഹല്ലേലൂയ അതേ കവലയിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു ഹല്ലേലൂയ സഹോദരൻ, എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരനാ. അവൻ എന്നോട് പറഞ്ഞു, നിന്റെ വാട്സപ്പിനകത്ത് ഞാനൊരു വോയിസ് നോട്ട് ഇട്ടിട്ടുണ്ട്,
അയച്ചിട്ടുണ്ട്, നീ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ, ആ കൂട്ടുകാരൻ അയച്ച വോയിസ് നോട്ടിലെ കണ്ടന്റ് ഇതായിരുന്നു: ഈ ഓട്ടോറിക്ഷ മറിഞ്ഞ വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഫോണിൽ സംസാരിക്കുന്നു. എനിക്ക് ഷുഗർ കൂടിപ്പോയി, കണ്ണിനകത്ത് ഇരുട്ട് കയറുന്നത് പോലെ തോന്നി, എന്റെ ഓട്ടോ തകിടം മറിഞ്ഞു. സ്തോത്രം. എന്നാൽ ഭാഗ്യത്തിന് അതിലേക്കൂടി ഹല്ലേലൂയ ഇന്ന വ്യക്തി വന്നു, അയാൾ എന്നെ വന്ന് എഴുന്നേൽപ്പിച്ചു. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, ഒരു അടിപൊളി ഭാഗ്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. ആ ഓട്ടോ അവനെ കൊണ്ട് തന്നെ പണിയിക്കാൻ ഒരു മാർഗം എത്തിയിട്ടുണ്ട്. അവന്റെ ലോറി ഇടിച്ചതാണ് നമ്മളിപ്പോ പറഞ്ഞേക്കുന്നതെന്ന് ഈ വോയിസ് നോട്ട്. സ്തോത്രം. എന്റെ ഫോണിനകത്ത് എന്റെ ദൈവം ദൂതനെ കൊണ്ട് എത്തിച്ചു. ഞാൻ ആർടി ഓഫീസിനകത്ത് കയറി. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പൊട്ടിയായ ഞാൻ ആർടിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ജീവിക്കാൻ മറ്റൊരു മാർഗമില്ല, ഈ വ്യക്തി കഷ്ടപ്പെടുന്ന വരുമാനമല്ലാതെ പറഞ്ഞു. 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുവാൻ തീരുമാനമായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എന്നോട് ഒരു ദയവ് കാണിക്കാമോ, ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം, 1 സെക്കൻഡ് ഒന്ന് ശ്രദ്ധിക്കാൻ എന്നോട് കനിവുണ്ടാകണേ എന്ന് പറഞ്ഞു. അദ്ദേഹം അല്പം ഒരു ആശ്ചര്യത്തോടെ എന്നാൽ ഒരു ജിജ്ഞാസയോടെ ശരി പ്ലേ ചെയ്യാൻ പറഞ്ഞു. സാറേ, ഈ പരാതി തന്ന വ്യക്തി മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്ന ശബ്ദമാണെന്ന് പറഞ്ഞ് ഞാൻ പ്ലേ ചെയ്തു. ഒറ്റ സെക്കൻഡിൽ അടുത്ത സെക്ഷനിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അരുണിന്റെ ലൈസൻസ് റദ്ദാക്കരുത്, തിരിച്ചു കൊടുക്കാൻ. അടുത്ത സെക്കൻഡിൽ അദ്ദേഹം സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന നിങ്ങൾക്കെതിരെ ഞാൻ നടപടിക്ക് പോകും, ഈ കേസ് ആരാണ് കൊടുത്തത് അയാൾക്കെതിരെ നടപടി ഉണ്ടാകുന്ന. ഒറ്റ സെക്കൻഡിൽ തിരിഞ്ഞു മറിഞ്ഞു. ഈ വോയിസ് റെക്കോർഡ് എന്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ, ഒരു ക്യാമറ ഇല്ല, ആരും സാക്ഷ്യം പറയത്തില്ല, ആരും എന്നെ സഹായിക്കും? നമ്മളെ സഹായിക്കുന്നവരോട് കൂടെ യഹോവയുണ്ട്. സ്തോത്രം. ആ കൂട്ടുകാരൻ സ്തോത്രം എന്തിനത് ചെയ്തു എനിക്കറിയത്തില്ല. സ്തോത്രം. ആ വ്യക്തി എന്തിനത് ചെയ്തു? ഇടപെടേണ്ടെന്ന് തീരുമാനിച്ചാൽ പോരെ? അവരുടെ കൂടെയുള്ള സമൂഹത്തിലുള്ള ഒരു വ്യക്തി. എന്നാൽ നമുക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റാൽ ചിലർ ചെയ്യേണ്ടത് വിചാരിക്കുന്നതും ചെയ്തു പോകും. അത്ര ശക്തിയുള്ള ദൈവമാണ് നമ്മുടെ. അതുപോലെ ഞങ്ങൾ കോവിഡിന്റെ സമയത്ത് ഫ്രീ ആയിട്ട് ആഹാരം കിട്ടുന്ന കിറ്റ് കിട്ടും. അങ്ങനെ ഒരു റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ കിറ്റ് കിട്ടുമെന്ന് അറിഞ്ഞു. റേഷൻ കാർഡ് എടുക്കാൻ അനേക ഇടങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് ഞാൻ ഒരുപാട് പേപ്പർ ഭാഗങ്ങളൊക്കെ ശരിയാക്കി അക്ഷയ സെന്ററിൽ ചെല്ലുമ്പോൾ അക്ഷയ സെന്ററിലെ വ്യക്തി എന്നോട് പറയുന്നു, സമയം 4:15 എന്നോട് പറയുക, 5 മണി വരെ ആകെ സമയമുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ, തറവാട് വീട്ടിൽ, അതായത് എന്റെ ഹസ്ബൻഡിന്റെ തറവാട് വീട്ടിൽ 2ാം അമ്മയുടെ കയ്യിലിരിക്കുന്ന ആ റേഷൻ കാർഡിന്റെ പുറകിൽ ഒരു ബാർകോഡ് ഉണ്ട്, അതുകൂടി കിട്ടിയാലേ ഇദ്ദേഹത്തിന്റെ പേര് വെട്ടുവാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. എന്ത് ചെയ്യും? അവരെ വിളിച്ച് ചോദിച്ചാൽ അവര് തരുമോ? നമുക്ക് റേഷൻ കാർഡ് എടുക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അവര് തരുമോ? സ്തോത്രം. തരത്തില്ല. പക്ഷെ നമ്മുടെ അപ്പൻ അസാധ്യമായതൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഒരു പൊട്ടിയെ പോലെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഭവനത്തിൽ ആ തറവാട് വീടിൽ ആ ഭിത്തിക്കകത്തെ ഒരു ഭിത്തി അലമാരിയിൽ റേഷൻ കാർഡ് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭിത്തി അലമാരിയിൽ പേപ്പറിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ റേഷൻ കാർഡ് ഒന്ന് ഓപ്പൺ ചെയ്യണേ, എന്നിട്ട് അങ്ങ് ആ ബാർകോഡ് ഒന്ന് നോക്കി പറഞ്ഞു തരണേ. ഇങ്ങനെ ഒരു പൊട്ടി, ഞാൻ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ കേൾക്കുന്നവർക്ക് ഒരു പൊട്ടി എന്ന് പൂർണ്ണമായിട്ട് തോന്നും. പക്ഷെ എന്റെ പൊട്ടത്തരങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. സ്തോത്രം. ഇങ്ങനെ ഞാൻ പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, അവരുടെ ഇപ്പോൾ ആ ദേശത്ത് അവരുടെ ആ വാർഡിലെ മെമ്പർ ഒരു ലേഡിയാ, ഞാൻ നമ്പർ തരാം, നീ ഒന്ന് വിളിച്ചു നോക്ക്, അവര് ചിലപ്പോൾ ഇടപെട്ടാൽ ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഞാൻ ആ നമ്പറിൽ വിളിച്ചു. പരിചയമില്ലാത്തൊരു വ്യക്തിയാ. ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ എനിക്കൊരു പരിചയം തോന്നി. അപ്പോൾ ഏലിയാമ്മ എന്നൊരു പേരാണ് കിട്ടിയത്. പക്ഷെ ഞാൻ ഈ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് മറ്റു പരിചയമുള്ള ഒരാളുടെ ശബ്ദം പോലെ. ഞാൻ ചോദിച്ചു, ഇത് റാണി ചേച്ചിയാണോ? അങ്ങനെ ചോദിക്കുമ്പോൾ അതെ, ഇതാരാ സംസാരിക്കുന്നത്? അപ്പൊ എന്നെ പണ്ട് കമ്പ്യൂട്ടർ പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിച്ച ആ ചേച്ചി ഇന്ന് അവിടെ വാർഡ് മെമ്പറായിട്ട് ഇരിക്കുക. നോക്കി, ദൈവം എത്ര വിശ്വസ്തനാ. അതും ദിവസങ്ങൾക്ക് മുമ്പ് അവര് ആ ഒരു അധികാരത്തിൽ വന്നു. ഞാൻ കരച്ചിൽ കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ഫ്രീ ആയിട്ട് കുറച്ച് ആഹാര സാധനങ്ങൾ കിട്ടുന്ന ഒരു കിറ്റ് കിട്ടാൻ വേണ്ടി റേഷൻ കാർഡിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞതാ. പക്ഷെ ആ ഒരു റേഷൻ കാർഡിന്റെ ബാർകോഡും കൂടി ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. എന്നോട് പറഞ്ഞു, നീ ഫോൺ വെക്ക്, അവർക്ക് എനിക്ക് വേണ്ടി ഇടപെടേണ്ട കാര്യമില്ല, ഞാൻ ദേശം വിട്ട് മാറിപ്പോന്നു. ദേശക്കാരും ബന്ധുക്കളും ഒക്കെ മാറ്റി നിർത്തി. എന്നെ വളരെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച ബന്ധമേ ഉള്ളൂ. പക്ഷെ ഈ വ്യക്തി ഈ അമ്മയെ വിളിക്കുവാനും ആ അമ്മയോട് എന്തോ ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി റേഷൻ കാർഡിന്റെ കോഡ് ചോദിച്ചു. അവരൊരു മടിയും ഇല്ലാതെ വാർഡ് മെമ്പർക്ക് പറഞ്ഞു കൊടുത്തു. സ്തോത്രം. ഈ 4:15 ഞാൻ ചോദിക്കുന്നു, അക്ഷയ സെന്റർ അടയ്ക്കുമെന്ന് അവരെന്നോട് പറഞ്ഞു. 5 മണി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ സ്തോത്രം, 4:45 ഇത് എൻട്രി ചെയ്തു. റേഷൻ കാർഡ് അപ്രൂവ് ആകാനുള്ള സകല കാര്യങ്ങളും നടന്നു. ഇത് ഞാൻ പലപ്പോഴും പലരോടും പറയും, മാസങ്ങൾ നടന്നാ കിട്ടത്തില്ലാത്ത കാര്യം. സ്തോത്രം. എന്നാൽ പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോ എനിക്ക് മെസ്സേജ് വന്നു, നിങ്ങളുടെ റേഷൻ കാർഡ് അപ്രൂവ് ആയെന്ന്. ഞങ്ങള് സന്തോഷമായിട്ട് പോയി ആ റേഷൻ കാർഡ് മേടിച്ചു.
മേടിച്ചു. സ്തോത്രം, ഞങ്ങൾ കിറ്റ് മേടിച്ചു. എൻ്റെ ദൈവം ഇന്ന് വരെയും സ്തോത്രം എൻ്റെ കണ്ണിന് ഞങ്ങളുടെ ഒരു സ്തോത്രം പല ഇലക്ട്രിക് സാധനങ്ങളും കേടായി പോകും, ഫ്യൂസായി പോകും. പക്ഷെ ഞാൻ പൊട്ടി എനിക്കൊരു ഹോൾഡർ മാറ്റിയിടാൻ അറിയത്തില്ല ബൾബിന്റെ. എനിക്ക് അത്രയ്ക്ക് ഒരു കാര്യത്തെ കുറിച്ച് നോളജ് ഇല്ല കറണ്ടിന്. പക്ഷെ ഈ ഇലക്ട്രിക് സാധനത്തെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടപ്പ ഇതിന്റെ എന്നാ പോയെന്ന് എനിക്ക് കാണിച്ചു തരണം. ഞാൻ ഏതൊക്കെയോ വയറ് പിരിച്ചു വെക്കും, പക്ഷെ പിന്നെ വർഷങ്ങൾ ആ വസ്തു വർക്ക് ചെയ്യും. എനിക്കതിനെ എങ്ങനെ അതിനെ പറയണമെന്ന് അറിയത്തില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ അനുഭവിച്ച സത്യങ്ങളാ. സ്തോത്രം. അതുപോലെ എനിക്കൊരു ബുക്കുണ്ട്. ഞാൻ പരിചയപ്പെടുന്ന സകല വ്യക്തികളുടെ പ്രശ്നങ്ങളും ഞാൻ എഴുതി അക്കമിട്ട് വെച്ച് പോകും. എൻ്റെ കുടുംബാംഗങ്ങളെ, എന്നെ ഏറ്റവും ദ്രോഹിച്ചവരെ, എന്നെ കളിയാക്കിയവരെ, നിന്ദിച്ചവരെ, അവരുടെയൊക്കെ വിഷയങ്ങൾ, പേഴ്സണൽ വിഷയങ്ങൾ, ആ മക്കളുടെ വിഷയങ്ങൾ ഒക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കും. ഈ വിഷയങ്ങളൊക്കെ ഓരോന്നും അഴിയപ്പെടുമ്പോൾ ഞാൻ അതിനെ വെട്ടി മാറ്റി ഇതെന്റെ ഒരു ഡ്യൂട്ടി പോലെ ഞാൻ ഇന്നും ചെയ്തു പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇതിലൊക്കെ സന്തോഷിക്കുന്നു. എൻ്റെ ഇല്ലായ്മകളിലേക്ക് നോക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കുള്ളവൻ ഹല്ലേലൂയ മാണിക്യമാ. ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയാൻ തയ്യാറല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആഹാരത്തിന് കുറവ് വന്നാലും വസ്ത്രത്തിന് കുറവ് വന്നാലും എല്ലാരും നിന്ദിച്ചാലും അതിന്റെ മധ്യേ സ്തോത്രം സ്വർഗത്തിലെ ദൈവം നമ്മുടെ കട്ടിലെ കൂടെ ഇരിക്കാനുണ്ടെങ്കിൽ ഏത് രോഗശയ്യാ നമുക്ക് പ്രശ്നം, ഏത് പട്ടിണിയാ നമുക്ക് പ്രശ്നം, സ്തോത്രം നമുക്ക് പ്രത്യാശ ഉണ്ടെങ്കിൽ സ്തോത്രം നമ്മുടെ ദൈവം നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും. വചനം പറയുന്നു, അവന്റെ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിതരായിട്ടില്ല, അവർ പ്രകാശിതരായെന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വചനം കളവ് പറയത്തില്ല. സ്തോത്രം. അതൊരു ദിവസം സ്തോത്രം അതുപോലെ സംഭവിക്കും. പക്ഷെ നമുക്കൊരു കാര്യം വേണം. സ്തോത്രം. നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അത് ഇന്ന് നടന്നില്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ ഇത് ഇന്ന് കർത്താവിന്റെ സമയമല്ല സ്തോത്രം എന്ന് നമ്മൾ തീരുമാനമെടുക്കാനുള്ള ഒരു ക്ഷമ നമുക്ക് തീർച്ചയായിട്ടും ക്രിസ്തീയ ജീവിതത്തിൽ വേണം. നമ്മൾ പിടിക്കുന്ന ഇടത്ത് ദൈവത്തെ കൊണ്ടുവരാൻ നോക്കരുത്, നമ്മളെ വിട്ടുകൊടുക്കണം. ഞാൻ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയും, അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ എന്നെ അങ്ങയുടെ കരത്തിൽ തരുന്നു. എന്റെ ശരീരത്തിനെ മനസ്സിനെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കണം. എന്റെ ഒരു കൊതിയും നടക്കരുത്, എന്റെ ഒരാഗ്രഹം നടക്കരുത്, നിന്റെ ആഗ്രഹം എന്നിൽ നടക്കണം. എന്റെ കുഞ്ഞിനോട് പറയും, എന്റെ ഹസ്ബൻഡിനോട് പറയും. സ്തോത്രം. ചിലപ്പോഴൊക്കെ അദ്ദേഹം ജോലിയില്ലാതെ സ്തോത്രം എനിക്ക് ആമവാദമായി ഞാൻ പൂർണ്ണമായി കിടന്നുപോയി. എന്നെ പൂർണ്ണമായി ഒരു കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത് പോലെ അദ്ദേഹം ശുശ്രൂഷിച്ചു. ഇപ്പോൾ എഴുന്നേറ്റിരിക്കാനുള്ള പാകത്തിൽ എന്നെ ആക്കിയെടുത്തു. സ്തോത്രം. എന്നാൽ സ്തോത്രം ഞാൻ പറയും, ഇന്ന് നമുക്ക് ജോലിയില്ലേ, ഇത് ഇങ്ങനെ ദൈവം ഇന്നത്തെ ദിവസം ഇങ്ങനെ ആക്കിയിരിക്കുന്നു. 2 മാസം ജോലിയില്ലേ, 2 മാസം ഇങ്ങനെ ദൈവം ആക്കിയിരിക്കുന്നു. ഒന്ന് മാത്രം പ്രാർത്ഥിക്കും, പിശാചിന്റെ സകല പ്രവൃത്തിയും അഴിയണം. അതിനുവേണ്ടി ഹല്ലേലൂയ യേശുക്രിസ്തു ഭൂമിയിൽ വന്നെങ്കിൽ ഞങ്ങളെയും അതിന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ചില സിംഹങ്ങള്, ചില കരടികളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നത് നാളെ സാക്ഷ്യം പറയുവാനാ. ചില കല്ലുകൊണ്ട് ഗോലിയാത്തിനെ തകർക്കണമെങ്കിൽ ഉള്ളിൽ ബലം വേണം. ഞാൻ കാട്ടിൽ വെച്ച് കൊന്നൊരു കരടി, കീറിക്കളഞ്ഞ സിംഹം. ഹല്ലേലൂയ. ഈ പ്രതിസന്ധിയൊക്കെ അതിനു വേണ്ടിയുള്ളതാണെന്ന് വിശ്വസിച്ചാൽ സ്തോത്രം. ഞാൻ വേദന കൊണ്ട് പുളഞ്ഞ് കട്ടിലിൽ കിടക്കുമ്പോൾ ഞാൻ ആനന്ദിക്കുക. കാരണം എനിക്കൊരു കാര്യം അറിയാം, എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി പിശാച് ഓരോ പ്രതിസന്ധി കൊണ്ടുവരുമ്പോഴും അവൻ നാണം കെട്ടുകൊണ്ടിരിക്കുക. നമ്മളും ആ ഒരു സന്തോഷത്തിലെത്തണം. കാരണം എന്റെ കർത്താവ് ക്രൂശിൽ വെച്ച് അവനെ ആയുധം വെപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പന്റെ മകളായ ഞാനും അവനെ ആയുധം വെപ്പിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പിശാചേ നീ എന്റെ നേരെ പ്രതിസന്ധി ഇട്ടാൽ നീ തന്നെ നാണം കെട്ട്. കാരണം നീ പ്രതിസന്ധി ഇടും തോറും ഞാൻ എന്റെ അപ്പനോട് ഒട്ടും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നിനക്കാ നഷ്ടം. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കടന്നു പോകുമ്പം ഹല്ലേലൂയ പൈശാചിക മണ്ഡലങ്ങൾ നമ്മളെ വിട്ട് ഓടും. നമ്മൾ കാലുകുത്തുന്ന ദേശത്ത് പോലെ നിൽക്കുവാൻ പിശാചിന് കഴിയത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിഷയം അഴിയപ്പെടും. എനിക്ക് നാമവാദമാ. സ്തോത്രം. ഞാനത് പറയുന്നത് വേദനയോടെയല്ല. എനിക്കുള്ള കൃപാവരം സ്നാനപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഹല്ലേലൂയ ഒന്നിച്ച് കരം കോർത്തു പിടിച്ച് അനേക രോഗികളെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന ദൂത്. അങ്ങനെയാണെങ്കിൽ രോഗിയുടെ വേദന ഞാൻ അറിയണ്ടേ? സ്തോത്രം. ഹല്ലേലൂയ. പൂർണ്ണ ആരോഗ്യത്തോടെ ജയിപ്പിച്ച് കടന്നു പോയെങ്കിൽ ബെഡ് കിടക്കുന്ന രോഗിയുടെ പെയിൻ എനിക്ക് ഫീൽ ചെയ്യുവോ? ജോയിന്റ് പെയിൻ എന്നാന്ന്, ഓരോ ജോയിന്റ്സും ഒടിഞ്ഞു നുറുങ്ങുന്ന വേദന ഞാൻ അറിയണമെങ്കിൽ ഞാൻ ഇതിൽ കൂടി കടന്നു പോയേ സാധിക്കത്തുള്ളൂ. ഞാൻ ഈ വേദന മുഴുവൻ അനുഭവിക്കുമ്പോഴും ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരും. നാളെ മറ്റൊരാളെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ അതുപോലെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ ഈ പെയിൻ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഞാനിത് സന്തോഷത്തോടെ സ്വീകരിക്കുക. കാരണം ഞാൻ ഇതിനെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ രോഗത്തിന് മുമ്പിലുള്ള എല്ലാ പൈശാചിക ശക്തികളും പാരമ്പര്യ ശക്തികളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാക്കി കളഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ഇതെന്റെ അപ്പൻ അറിഞ്ഞുകൊണ്ട് വന്നതാണ്. കർത്താവ് സ്തോത്രം. എന്റെ കൃപ നിനക്ക് മതി. എനിക്കിപ്പോൾ ഈ കൃപ
മതി. ഈ വേദന ഞാൻ സന്തോഷത്തോടെ സഹിക്കാൻ തയ്യാറാണ്. സ്തോത്രം. ഇത് എനിക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു കുരിശായി. ഇതിന് ഞാൻ പുറത്തു വരും. ഞാൻ അനേക രോഗികളെ ബെഡിൽ നിന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കും. സ്തോത്രം, സ്തോത്രം. കുടുംബക്കാരെ തള്ളിക്കളഞ്ഞ അനേകരെ ഞാൻ പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന എന്നോടുള്ള ദൂത. സ്തോത്രം. തളർന്നു പോയവരെ ഞാൻ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാനുള്ളവളാ. അപ്പൊ ഞാൻ ഈ വേദന അനുഭവിക്കുവാൻ തയ്യാറായിട്ട് നിൽക്കും. അവന് വേണ്ടി ഞാൻ ഒരു കുഴഞ്ഞ കളിമണ്ണായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. എന്റെ അപ്പൻ ഇഷ്ടമുള്ള പാത്രമാക്കി എന്നെ തീർക്കും. സ്തോത്രം. രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ഈ ഒരു അവസരം എനിക്ക് ആന്റി തന്നതിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാരണം എനിക്ക് പലപ്പോഴും ഇറങ്ങിപ്പോയി പലതും ചെയ്യാൻ പറ്റാത്തൊരു അവസരമുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് ചെന്നില്ലേ, എന്റെ അപ്പൻ എനിക്ക് വേണ്ടി കൂട്ടുകാരെ കൂട്ട് സഹോദരങ്ങളെ എന്റെ റൂമിലേക്ക് അയക്കും. ഞാൻ അതിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എന്റെ സകല പ്രാർത്ഥനാ വിഷയങ്ങളും ഹല്ലേലൂയ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആരൊക്കെ ഈ ശബ്ദം ഇപ്പോൾ ശ്രവിക്കുന്നുവോ, ഹല്ലേലൂയ നാളെ ശ്രവിക്കുന്നുവോ, ഈ ലോക അവസാനം വരെ എപ്പോഴൊക്കെ ശ്രമിക്കുന്നുവോ, ഈ ജോയ്സ് TV എപ്പോഴൊക്കെ ആളുകൾ കാണുന്നുവോ, ആ സമയത്ത് പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ ദൈവിക ദൂതന്മാർ ഇറങ്ങി പരിശുദ്ധാത്മാവിന്റെ ക്രിയ ഞങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കുക. സ്തോത്രം, സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും തീർന്നു പോയിട്ടില്ല. സ്തോത്രം. നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ ദൈവപ്രവൃത്തി കുറഞ്ഞു പോകുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. 4 നാളായി നാറ്റം വെച്ച ലാസർ ഒറ്റ ശബ്ദത്തിന് പുറത്തു വന്നെങ്കിൽ ആ ശബ്ദം പുറപ്പെടുവിച്ചു നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്, നമ്മുടെ ദൈവത്തിന്റെ വലിപ്പത്തെ നമ്മൾ അടക്കാൻ നിന്നാൽ സ്തോത്രം നമ്മൾ തോറ്റുപോകും. എന്റെ ഒരു വിഷയം ഹല്ലേലൂയ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ വിഷയത്തിലെ ലിമിറ്റേഷൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറഞ്ഞു ഉളവായി. സ്തോത്രം. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ കർത്താവിനെ വെച്ച് പിടിപ്പിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ പല തലമുറയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞ കാര്യമാണ്, നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പുതിയ ഗർഭപാത്രങ്ങളെ ഉണ്ടാക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സകല പ്രാർത്ഥനാ വിഷയങ്ങളും കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ അവസരം തന്ന ആന്റിയോട്, ജോയ്സ് TV ഉള്ള നന്ദി കരയറ്റുന്നു. അതുപോലെ തന്നെ എന്റെ കുടുംബത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ ഞാൻ ലഘുവായി ഒന്ന് പറയുന്നു. സ്തോത്രം. മാമവാദത്തോടെ ഞാൻ കിടക്കുന്നു. എന്റെ 6 വയസ്സുള്ള കുഞ്ഞിനെ ശുശ്രൂഷിക്കുകയും എന്നെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന എന്റെ ദാസന് സ്തോത്രം. കൃത്യമായി ഒരു ജോലിക്കും പോകാൻ കഴിയാതെ സാമ്പത്തികമായി ഞങ്ങൾ അനേക ബുദ്ധിമുട്ടുകൂടി കടന്നു പോകുന്നു. പ്രതിമാസം 10,000 രൂപ ഈ ഭവനത്തോട് ബന്ധിച്ച് ഞങ്ങൾ കോർപ്പറേറ്റീവ് ബാങ്കിൽ ലോൺ അടയ്ക്കേണ്ടതുണ്ട്. ലോണുകളൊക്കെ ഇടയ്ക്ക് മുടങ്ങി. കുറച്ചു നാൾ മുമ്പ് ഒരു ജപ്തി വന്നാൽ കുറെ പേര് സഹായിച്ചു. ആ ജപ്തിയിൽ നിന്ന് ഒഴിവായെങ്കിലും ഇനി 3 വർഷവും മാസം 10,000 രൂപ വെച്ച് ഈ ബാങ്കിൽ അടയ്ക്കേണ്ട ഒരു ബാധ്യത നിലനിൽക്കുന്നു. എന്റെ മരുന്നിന് വേണ്ടി അനേക തുക എല്ലാ ആഴ്ചയിലും ആശുപത്രി പോയി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ വിഷയത്തെ ഓർത്ത് ഞങ്ങളുടെ ദൈനംദിന ചിലവുകൾ സ്വർഗത്തിലെ ദൈവം നടത്തുവാനും സ്തോത്രം അനേകരോട് ദൈവം ഇടപെടുവാനും സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവശക്തി വ്യാപരിച്ച് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഈ കുറവുകളെ, ഈ ബലഹീനതകളെ ഒക്കെ മാറ്റുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നവർക്ക് ഞങ്ങളുടെ കരങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഉള്ള സ്തോത്രം തോന്നലുകൾ, ചിന്തകളൊക്കെ ദൈവം ഇടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ അവസരം തന്നത് ആന്റിയെയും കുടുംബത്തെയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയെയും ഈ വ്യക്തികളുടെ ഹൃദയത്തിലിരിക്കുന്ന സകല പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തോടുള്ള നന്ദി പറഞ്ഞ് യേശുവിൻ നാമത്തിൽ പിതാവിനോടുള്ള നന്ദി പറഞ്ഞ് സാക്ഷ്യത്തിലിരിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. ശാരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഇച്ചിരി നേരം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പ്രിയ ശാരികയെ ഹല്ലേലൂയ വലിയൊരു ഹല്ലേലൂയ ബന്ധനത്തിന്റെ അവസ്ഥകളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാൻ വേണ്ടി ഹല്ലേലൂയ തിരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ ഒരു മാനപാത്രമാക്കി കർത്താവ് ഹല്ലേലൂയ നിന്റെ ദാസിയെ കർത്താവ് ഉപയോഗിക്കേണ്ട ദിവസങ്ങളിൽ ശാരീരികമാകുന്ന ഹല്ലേലൂയ അസ്വസ്ഥകളാലൊക്കെ ഭാരപ്പെടുന്നുണ്ടെങ്കിലും പ്രത്യാശയുടെ വാക്കുകൾ ഹല്ലേലൂയ കേൾക്കുവാനിടയായി തീർന്ന് സൗഖ്യമാക്കുന്ന കർത്താവ്, അല്ലെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലെ കളിമണ്ണിനെ കർത്താവ് ഹല്ലേലൂയ എപ്രകാരം പണിഞ്ഞെടുക്കുന്നു അപ്രകാരം നിന്റെ ദാസിയെ ദൈവം പണിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പാത്രമാക്കി കർത്താവിന്റെ ദാസിയെ കുടുംബമായി കർത്താവ്
പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവം പണിയുകയാണ് ഈ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രഗദന ഹഡഗദു നാരവൈ ശാന്തല രഗദന അസ്തന റിഗമന വൈഡൽ ഖമന രഗദന റിഗാദന ബബ ശാന്തല രഗ ബബ രഗദന അസ്തുന റിഗമന വൈശമന അർധന റിഗദന വൈഡൽ ഖമന രഗദന രഗ അർധു രഗദനെ റിഗദന അസ്തുന ദിവാര വൈഡമന അദുര ബബ ശാന്തൽ രഗദന അസ്തുന രഗ ദിവാ രഗദന വൈഡൽ ഖമന റിഗാ രബല ബബ ശിയാത റിഗാ വര ബബ ശാന്തൽ രഗദന ഹഡഗദു നാരവൈ ശിയാത അസ്തന റിഗാ രഗദന വൈശസ്യ ഹല്ലേലൂയ റിഗദന വൈഡന അദുന ബബ ശൈദിരികെ റിഗാ രഗദന ബബ ശിയാത അസ്ത റിഗാ റിഗാ അദുന ശാന്തൽ റിഗദന ധാരിഗദന വൈഡനെ റിഗദന റിബാ രഗദന രാജ രാജ വൈഠാ ദിഗദന അസ്തുന റിഗാ റിബാ റിഗൽ ഹൗസ് came right into on to nimik came and all real come on us the anaga do have the regal tell the save regadicious came right and rekeboshes every blind and even houses cow reverses yeah oh shit bahatiya tamana vashya daga rekaba shadda rekaba na sanitya virangwana shayj Lord, we call the same, we call the same, the night, Jesus has power. Lord, we call the decay, the Lord, the beloshes, yeah. Artha rega the now shandala, regate and even ride and devour of our shia. All shall re all the same, ride and devour, scour of our Oh, ribala bara Lord, ribala Lord, shade in the rebel out, the rebel out, scour, the rebel came and out, hallelujah, hallelujah, Shariga Pratichata, hallelujah. Glory by Shamana പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല നേരത്തിനായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. അങ്ങയുടെ ശക്തി ഓരോ പ്രഭാതത്തിലും പുതിയതായി ഞങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അടിയന്റെ ഭവനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, പ്രിയാന്റിയുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ജോയ്സ് ടിവിയുടെ സകല പ്രവർത്തനങ്ങളെ അങ്ങയുടെ കരത്തിലേക്ക് തരുന്ന കർത്താവേ, ഞങ്ങൾ അടുത്തു വരുന്നപ്പ പ്രത്യാശയോടെ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിൽ ജീവിക്കുവാൻ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, മണ്ഡെ പ്രതി മാണിക്യം വെടിയുവാൻ ഹല്ലേലൂയ ഇടയാക്കുന്ന ഒരു സാഹചര്യം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാതെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം. നല്ല സാക്ഷ്യം പറയുവാൻ സ്വർഗത്തിലെ ദൈവം കാണിച്ച വലിയ കൃപയ്ക്ക് കരുണയ്ക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇത്രയും വലിയ ഒരു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ദൈവ പ്രവർത്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവേ കരങ്ങളെ, വ്യക്തികളെ, അവരുടെ ഉദ്യമത്തെ സ്വർഗം ഹല്ലേലൂയ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേകർക്ക് വിടുതലായി സൗഖ്യമായി കർത്താവേ ഈ പ്രവർത്തനത്തെ അങ്ങ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ കർത്താവേ, ചില കെട്ടപ്പെട്ട കഴുതകളെ അഴിച്ചു വിടുവാൻ കർത്താവേ സ്തോത്രം ഈ ജോയ്സ് ടിവിയുടെ പ്രവർത്തനത്തെ അങ്ങ് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. പുറത്തു വരുവാൻ കഴിയാതെ ഹല്ലേലൂയ വീടുകളിൽ അടയ്ക്കപ്പെട്ട ചിലർ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ അറയ്ക്ക് പുറത്തു കടന്ന് ബലത്തോടെ ദൈവ സന്നിധിയിൽ കടന്നു വരുവാനുള്ള ബലമായി ഇതിനെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഈ ജോയ്സ് ടിവിയിൽ ഇന്ന് വരെയും പറയപ്പെട്ട എല്ലാ വ്യക്തികളുടെയും സാക്ഷ്യങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നവരുടെ സകല പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങൾ കൃപാസനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവേ സ്തോത്രം ഒരു ഉത്തരം സാക്ഷ്യമായി കേൾക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥനയോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നപ്പ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ സദാ വ്യാപരിക്കുന്ന ദൈവശക്തി ഞങ്ങളുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി അളന്നെടുത്ത് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ സകല തലമുറകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവഹിത പ്രകാരം ക്രിസ്തുവിൽ പ്രസിദ്ധരാകുവാൻ അവരുടെ മേൽ ദൈവത്തിന്റെ കരം വ്യാപരിക്കണമേ. കർത്താവെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അടിപ്പിടരാനുള്ള സൗഖ്യം അയച്ച് കർത്താവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, സാമ്പത്തികമായി ഞെരുങ്ങുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവെ അങ്ങയുടെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ബുദ്ധിമുട്ടൊക്കെ പൂർണ്ണമായി തീർത്തു കൊടുക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവെ, തുണകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തുണകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്വർഗത്തിൽ പണി
ഏൽപ്പിച്ച ഒരു താക്കോൽ കൂട്ടം ഓരോ വ്യക്തികളുടെ കരത്തിലേക്കും പുതിയ പുതിയ ഭവനങ്ങളുടെ താക്കോലുകൾ കൈമാറുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ സ്തോത്രം. അടഞ്ഞ ഉദരങ്ങളെ സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളില്ലാത്ത കുടുംബങ്ങളിലേക്ക് സ്വർഗം കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയങ്ങളും, വിട്ടുപോയ പ്രാർത്ഥനാ വിഷയങ്ങളും, ഇന്ന് വരെ ഞങ്ങളെ സഹായിച്ച സകല വ്യക്തികളെയും, ഹല്ലേലൂയ, ആശ്വസിപ്പിച്ച വ്യക്തികളെയും ഒക്കെയും അവരെ കുടുംബമായി ഞങ്ങളുടെ കരുതിൽ സമർപ്പിക്കുന്ന, ഞങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കർത്താവേ, എന്നോടും എന്റെ ഹല്ലേലൂയ കൂടെ ഇരിക്കുന്ന കർത്താവേ ദേവദാസിയോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന, സഹകരിച്ചു നിൽക്കുന്ന, പ്രാർത്ഥന വിഷയങ്ങളിലായിരിക്കുന്ന സകല വ്യക്തികളെയും കർത്താവേ, ദൈവത്തെ അറിയാത്ത സകല കുടുംബാംഗങ്ങളെയും ഈ സമയത്ത് ഞങ്ങൾ ദൈവസന്നിധിയിൽ തരുന്നപ്പ. കർത്താവേ, ദൈവശബ്ദം കേൾക്കുവാൻ, ജീവനുള്ള ദൈവത്തിന്റെ സ്ഥിരസന്നിധിയിൽ മുട്ടുമടക്കുവാൻ എല്ലാ വ്യക്തികളെയും കർത്താവേ അങ്ങ് ഒരുക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അങ്ങ് കേൾക്കുന്ന കൃപയ്ക്കായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ കേട്ട് ഉത്തരവിലുള്ള പിതാവേ. ആമേൻ, ആമേൻ. ശാരിക കർത്താവ് സഹായിക്കും. ആമേൻ. ശാരിക, പ്രൈസ് ദി ലോർഡ്. ശാരിക, കർത്താവ് സഹായിക്കട്ടെ. എത്രത്തോളം കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ആക്ച്വലി ശാരികയുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇങ്ങനൊന്നും അല്ല വിചാരിച്ചു, ഇത്രയും രൂപം ഞാൻ വിചാരിച്ചു വളരെ ക്ഷീണിച്ച് വളരെ തളർന്നിരിക്കുന്ന ഒരു ദൈവദാസിയാണെന്ന്. എന്നാൽ കർത്താവ് എന്തുവാ, കണ്ടപ്പോൾ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി കർത്താവ് ശാരികയെ കർത്താവ് ഉപയോഗിക്കും അനേക ജീവിതങ്ങൾ ആശ്വാസവും വിടുതലുമായി കർത്താവ് നിന്നെ അവിടുന്ന് എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ശാരികയുടെ മേൽ കടന്നു വന്നിട്ട് ശാരികയെ കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തും. അനേക സ്ഥലങ്ങളിൽ സുവിശേഷവുമായി കടന്നു പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശാരികയെ അവിടുന്ന് ബലപ്പെടുത്തും. കുടുംബമായി ഹല്ലേലൂയ അവസ്ഥകളും സ്ഥിതികളും ഒക്കെ ദൈവം അവിടുന്ന് മാറ്റി തീർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞാൻ ഇതുവരെയും നമ്മുടെ ശുശ്രൂഷയിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് നമ്മൾ അന്യഭാഷയിൽ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഹൃദയത്തിനകത്തൊരു പ്രേരണ തന്നതുകൊണ്ടാണ്. ആക്ച്വലി അത് കേൾക്കുന്നവർക്ക് എങ്ങനെ തോന്നുമെന്ന് അറിയത്തില്ലെങ്കിൽ പോലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഒരു എൻ്റെ പ്രേരണ എൻ്റെ ഉള്ളത്തിൽ കടന്നു വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതെടുക്കുവാനിടയായി തീർന്നത്. കർത്താവ് ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു ശാരിക.